നമ്മൾ എല്ലാ തവണയും പഠിക്കുന്ന സമയത്ത് സൈക്കോളജി എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ പറയുന്ന പോർഷനിലല്ലാതെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അപ്പോൾ എന്താണ് ഒരു റിപ്പിറ്റേഷൻ എന്ന് തന്നെ പറയാൻ പറ്റുന്ന പോലത്തെ കുറെ പോർഷൻസിൽ നിന്നാണ് ഇത്തവണയും എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഓരോ തവണ എക്സാം വരുമ്പോഴും പാറ്റേൺ മാറുന്നു, അങ്ങനെ ചിന്തിച്ച് നമ്മളിപ്പോ ടെൻഷൻ ആവേണ്ട അവസ്ഥയില്ല. കാരണം സൈക്കോളജി സംബന്ധിച്ചിടത്തോളം ഒരേ ഏരിയ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ അവിടെ നിന്ന് ഇനി ചോദിക്കാൻ, ഏതൊക്കെ ഏരിയയിൽ നിന്ന് ഇനി ചോദിക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇനി ഒരു ക്വസ്റ്റ്യൻ വരാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, നമ്മളുടെ ഈ ഒരു ഡിസ്കഷൻ, ഈ ഒരു PYQ ഡിസ്കഷൻ നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ്. നിങ്ങൾ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇപ്പൊ ഉത്തരം അറിയില്ലെങ്കിൽ കൂടിയും ജസ്റ്റ് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഗസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഉത്തരം വന്നില്ല എന്നുള്ളത് നമുക്കൊരു പ്രാക്ടീസും കൂടി ആവും എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വിച്ച് ടീച്ചർ സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് പ്രൊമോട്ട്സ് ജെൻഡർ ഇക്വാലിറ്റി ഇൻ ദ ക്ലാസ്. അതായത് ഒരു ക്ലാസ് റൂമില് ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടാക്കാനായിട്ട് ടീച്ചർ ഇത് ഏത് സ്റ്റേറ്റ്മെന്റ് പറയണം, അല്ലെങ്കിൽ ടീച്ചർ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഉപയോഗിക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെ മുമ്പിലിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ ഒരേപോലെ കാണണം, അല്ലെ? ആൺകുട്ടി പെൺകുട്ടി അങ്ങനെ ഒരു വ്യത്യാസമൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ടീച്ചർ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള അവസരങ്ങൾ നൽകാൻ, അല്ലെങ്കിൽ ഒരേപോലെ കാണാനായിട്ട് ഏതാണ് ഇതിൽ പറയേണ്ടത്? അതിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് ഗേൾസ് ആർ ബെറ്റർ അറ്റ് ലാംഗ്വേജ്. പെൺകുട്ടികൾ പൊതുവെ ലാംഗ്വേജ് നന്നായിട്ട് ഉപയോഗിക്കും ആണോ? ബി, ഓൾ സ്റ്റുഡൻസ് ക്യാൻ എക്സൽ വിത്ത് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഒരേ അവസരങ്ങളാണ് എല്ലാവർക്കും കിട്ടുന്നത്. ആ അവസരങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും ഒരേപോലെ തന്നെ എക്സൽ ചെയ്യാൻ പറ്റും. സെർട്ടൺ സബ്ജക്ട്സ് സ്യൂട്ട് സെർട്ടൺ ജെൻഡേഴ്സ്. അതായത് ചില സബ്ജക്റ്റുകൾക്ക് ആൺകുട്ടികൾക്കാണ് നന്നാവുക, ചിലത് പെൺകുട്ടികൾക്കാണ് നന്നാവുക. ആൻഡ് ഡി പറയുന്നത് ബോയ്സ് ആർ നാച്ചുറലി ഗുഡ് അറ്റ് മാത്തമെറ്റിക്സ്. ആൺകുട്ടികൾക്ക് കണക്ക് നല്ല വശം ഉണ്ടാവും, പെൺകുട്ടികൾക്ക് അത് ഉണ്ടാവണം എന്നില്ല. അപ്പൊ ഇതിൽ ഏതാണ് ജെൻഡർ ഇക്വാലിറ്റി കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ്? ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. പെൺകുട്ടികൾ ലാംഗ്വേജിലാണ് അടിപൊളി എന്ന് പറയുക, ആൺകുട്ടികൾ മാത്സിലാണ് അടിപൊളി എന്ന് പറയുന്നതാണോ? അത് എല്ലാവർക്കും എക്സൽ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതാണോ ജെൻഡർ ഇക്വാലിറ്റി കാണിക്കുന്നത്? ഇതാണ് പെണ്ണെന്നൊരു വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണുന്ന ഒരു ഇതേതായിരിക്കും? ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. ജസ്റ്റ് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചാറ്റ് ബോക്സിൽ ഇടൂ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോവാന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്, അല്ലെ? എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റുക? എന്താണ്, എല്ലാത്തിനും എക്സെൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പൊതുവെ സൈക്കോളജിയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഐഡിയൽ ടീച്ചർ ആവണം. അതായത് ടീച്ചിങ് ഇങ്ങനൊരു മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളുടെ വാല്യൂസിനനുസരിച്ചിട്ടാവില്ല അതുണ്ടാവുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഐഡിയൽ ടീച്ചറായിട്ട് ചിന്തിക്കുക. നമ്മളൊരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ടീച്ചർ ആണെങ്കിൽ എങ്ങനെ ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ അതിനെ നമ്മൾ കാണുക എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. ഒരിക്കലും നമ്മളെ കാണരുത്, പകരം ഒരു ഐഡിയൽ ടീച്ചർ, മാതൃകാ അധ്യാപകരായിട്ട് നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ആ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസിൽ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? നന്നാവാനായിട്ടും പറ്റും എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡ്യൂറിങ് എ ലെസൺ ദ ടീച്ചർ ആസ്ക് ഓറൽ ക്വസ്റ്റ്യൻസ്, ഒബ്സർവ് സ്റ്റുഡൻസ് റെസ്പോൺസസ് ആൻഡ് മോഡിഫൈസ് ടീച്ചിങ് ഇമ്മീഡിയറ്റ്ലി. ദിസ് പ്രാക്ടീസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഒരു ടീച്ചർ ഒരു പോർഷൻ എടുത്തോണ്ടിരിക്കുകയായിരുന്നേ. അപ്പൊ ഉണ്ട് ടീച്ചർ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോ കുട്ടികളുടെ ഉത്തരവൊക്കെ കാണുമ്പോൾ ടീച്ചറിന് മനസ്സിലായി, ഞാൻ ഇപ്പൊ ചെയ്യുന്നത് അടിപൊളിയാക്കില്ല, അല്ലെങ്കിൽ അതൊന്ന് മോഡിഫൈ ചെയ്യണം എന്ന് മനസ്സിലായി. അപ്പൊ ഇതിലേതാണ് അവിടെ ടീച്ചർ ഉപയോഗിച്ച രീതി എന്നുള്ളതാണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് സമ്മേറ്റീവ് അസസ്മെന്റ്, ബി അസസ്മെന്റ് ഓഫ് ലേണിംഗ്, സി ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ്, ഡി അസസ്മെന്റ് ഫോർ ലേണിംഗ്. ഏതായിരിക്കും? ഇപ്പൊ ഞാനായാലും ഇപ്പൊ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പൊ ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന എന്തായിരിക്കും? ഞാൻ പറയുന്നതിൽ എന്തോ വശപ്പശക് ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഓഫ്ലൈൻ ആയിട്ടോ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് എന്തോരം മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ ഇതിൽ ഏതായിരിക്കും ഉത്തരം വരിക? ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്താണ്, കുട്ടികളുടെ ആ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ ആ ഒരു റെസ്പോൺസിനെ നോക്കിയിട്ട് ടീച്ചർ എന്ത് ചെയ്തു? പുള്ളിക്കാരിയുടെ ആ പഠിപ്പിച്ചുകൊണ്ടിരുന്ന രീതി ഒന്ന് മാറ്റി. അത് ഇതിലേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സമ്മേറ്റീവ് എന്ന് പറയുമ്പോൾ
അവസാനം അല്ലെ, നമ്മൾ പദവാർഷിക പരീക്ഷ എന്നൊക്കെ പറയുന്ന സാധനമാണ്. അസസ്മെന്റ് ഓഫ് ലേണിംഗ് അത് നമ്മളിനി പറയുന്നുണ്ട്. ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ, അതായത് ഇൻ ബിറ്റ്വീൻ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും? അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണ്. ഞാൻ രണ്ടെണ്ണം ഞാൻ ഒഴിവാക്കി തന്നിട്ടുണ്ട്. അസസ്മെന്റ് ഓഫ് ലേണിംഗ് ആണോ അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണോ? ഒന്ന് ഗസ് ചെയ്ത് നോക്കി, ഏതായിരിക്കും? പഠനത്തിന്റെ അസസ്മെന്റ് ആണോ പഠനത്തിന് വേണ്ടിയുള്ള അസസ്മെന്റ് ആണോ? ഇനി ഒന്ന് പറഞ്ഞു നോക്കിയേ, ഏതായിരിക്കും? ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ, ഏതായിരിക്കും? ഏതായിരിക്കും? ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്നുണ്ടോ? എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് വരിക. ഓക്കെ, ആൻസർ എന്തോ ഓപ്ഷൻ ഡി ആണ്. അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്നുള്ളതാണ്. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു എന്തായാലും സമ്മേറ്റീവ് അല്ല ഡയഗ്നോസ്റ്റിക്കും അല്ല. നമുക്ക് രണ്ട് ഓപ്ഷൻസിലാണ് ഇതിൽ കൺഫ്യൂഷൻ വരിക. അതായത് അസസ്മെന്റ് ഓഫ് ലേണിംഗ് ആണോ അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണോ എന്നുള്ളത്. അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇവാലുവേറ്റ് ലേണിംഗ് ആഫ്റ്റർ ഇൻസ്ട്രക്ഷൻ എന്നുള്ളതാണ്. അതായത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരെന്തോരം പഠിച്ചിട്ടുണ്ട് എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് അസസ്മെന്റ് ഓഫ് ലേണിംഗ്. ഓക്കെ, അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്ത ശേഷം അവർക്കത് ഓക്കെ ആണോ, അവർക്കത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കുന്നതാണ് അസസ്മെന്റ് ഓഫ് ലേണിംഗ്. അതായത് ആ ഒരു നമ്മൾ പഠിപ്പിക്കുക അല്ലെങ്കിൽ ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് മൊത്തത്തിൽ തീർന്ന ശേഷം നമ്മൾ ചെയ്യുന്നതാണ് എന്ത്? അസസ്മെന്റ് ഓഫ് ലേണിംഗ്. പക്ഷെ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ആ നടന്നുകൊണ്ടിരിക്കുന്നതിനെ നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? എന്തെങ്കിലും ഒരു റിയാക്ഷൻ എന്തെങ്കിലും തരാമോ? ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്? അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എല്ലാം കഴിഞ്ഞ് അവസാനം ചെയ്യുന്ന പരിപാടിയാണ് അസസ്മെന്റ് ഓഫ് ലേണിംഗ്. പക്ഷെ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ആ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പൊ ടീച്ചർ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, റെസ്പോൺസുകൾ ഒബ്സർവ് ചെയ്യുന്നത് ഒക്കെ അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണ്. ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനത്തെ അസസ്മെന്റ് ഫോർ ലേണിംഗ് അസസ്മെന്റ് ഓഫ് ലേണിംഗ് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് എല്ലാവരും നോട്ട് ചെയ്യണം. അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ എൻറ്റയർലി പറഞ്ഞു കൊടുത്ത ശേഷം നമ്മൾ ചെയ്യുന്നതാണ് അസസ്മെന്റ് ഓഫ് ലേണിംഗ്. പക്ഷെ നമ്മൾ ആ ലേണിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ, പഠനം എന്ന് പറഞ്ഞ ആ ഒരു പരിപാടി നടക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ അസസ് ചെയ്യുന്നതാണ് അസസ്മെന്റ് ഫോർ ലേണിംഗ്. ആ വ്യത്യാസം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ അസസ്മെന്റ് ഓഫ് ലേണിംഗും അസസ്മെന്റ് ഫോർ ലേണിംഗും തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്യണം? നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഓക്കെ ആണോ? ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ആ ലേണിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് തീർന്നിട്ട് നമ്മൾ ചെയ്യുന്നതും, ഒന്ന് ആ ലേണിംഗിന്റെ കൂടെ നടക്കുന്നതുമാണ്. വ്യത്യാസം ക്ലിയർ ആയോ? എന്തെങ്കിലും റിയാക്ഷൻ തരാമോ? തംസ് അപ്പോ എന്തെങ്കിലും? ഓക്കെ, ഫൈൻ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എ ചൈൽഡ് റിട്ടേൺസ് എ ലോസ്റ്റ് പെൻസിൽ ബിക്കോസ് മൈ ടീച്ചർ വിൽ സ്കോഡ് മീ ഇഫ് ഐ ഡോണ്ട്. ദിസ് റീസൺ ബിലോങ് ടു. അതായത് ഒരു കുട്ടി കളഞ്ഞു പോയൊരു പേന തിരിച്ചു കൊടുത്തു. കാര്യം എന്താണ്? എന്റെ ടീച്ചർ എന്ത് ചെയ്യും? തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എന്നെ വഴക്ക് പറയും, സ്കോൾഡ് ചെയ്യും അല്ലെ, വഴക്ക് പറയും എന്നുള്ളത് കൊണ്ട് ഞാനത് തിരിച്ചു കൊടുക്കുന്നു. ഇത് താഴെ പറയുന്നതിൽ ഏതാണ്? കൺവെൻഷണൽ ഡിസിപ്ലിൻ ലെവൽ, പ്രീ കൺവെൻഷണൽ ഡിസിപ്ലിൻ ലെവൽ, ഫോർമൽ ഓപ്പറേഷണൽ ലെവൽ, ദി പോസ്റ്റ് കൺവെൻഷണൽ ഡിസിപ്ലിൻ ലെവൽ. ഏതാണെന്ന് ഗസ് ചെയ്ത് നോക്കിയേ. തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എന്നെ ടീച്ചർ വഴക്ക് പറയും. ലേണിംഗ് തിയറീസിൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന
ഒരു തിയറിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. യെസ്, ബി പറയുന്നുണ്ടല്ലേ? വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? യെസ്, ഇതിന്റെ ആൻസർ വരുന്നത് ബി ആണ്. വളരെ കറക്റ്റ് ആയിട്ടൊരു ആൻസർ ആണ് പറഞ്ഞത്. നമ്മുടെ കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റിന്റെ ഒരു എന്താണ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ വന്നിരിക്കുന്നത്. അതായത് കോൾബർഗിന്റെ 3 സ്റ്റേജസ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, 3 ലെവൽസ് ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിൽ ലെവൽ 1 എന്ന് പറയുന്നത് പ്രീ കൺവെൻഷണൽ, ലെവൽ 2 എന്ന് പറയുന്നത് കൺവെൻഷണൽ, ലെവൽ 3 എന്ന് പറയുന്നത് പോസ്റ്റ് കൺവെൻഷണൽ. വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങളിപ്പോ എന്നോട് ചോദിക്കാണ്, മിസ് എനിക്ക് പെട്ടെന്ന് കേറ്ററ്റിലെ സൈക്കോളജി എനിക്കൊന്ന് കംപ്ലീറ്റ് ആക്കണം, ഞാൻ എന്ത് പഠിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഒന്നാമത്തെ തിയറി, പറയുന്ന ഒരു ലിസ്റ്റ് ഓഫ് തിയറികൾ ഉണ്ടെങ്കിൽ അതിൽ ആദ്യം വരുന്ന ഒരാൾ കോൾബർഗ് ആവും. കോൾബർഗ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഈസ് ഇമ്പോസിബിൾ എന്നുള്ളതാണ്. അപ്പൊ കോൾബർഗിന്റെ തിയറി കറക്റ്റ് ആയിട്ട് നോക്കണം. കോൾബർഗിന്റെ തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റിൽ 3 സ്റ്റേജുകളാണ് വരുന്നത്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, അല്ലെങ്കിൽ നമുക്ക് ലെവൽസ് ആയിട്ട് പറയാം. കാര്യം ഈ ഓരോ ലെവൽസിന്റെ അണ്ടറിലും എന്ത് വരുന്നുണ്ട്, ഓരോ സ്റ്റേജസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിന് ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ഒക്കെ വാച്ച് ചെയ്യുക. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇപ്പൊ പ്രീ കൺവെൻഷണൽ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് പഠിക്കാം. പണിഷ്മെന്റ് റിവാർഡ്, അതായത് ഞാൻ നല്ലത് ചെയ്താൽ എനിക്ക് സമ്മാനം കിട്ടും, അല്ലെങ്കിൽ എന്റെ അമ്മയും അച്ഛനും എന്നെ ഗുഡ് ബോയ് ഗുഡ് ഗേൾ എന്ന് പറയും. അതാണ് പ്രീ കൺവെൻഷണൽ. അതേസമയം കൺവെൻഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോഷ്യൽ അപ്രൂവലിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ റൂൾസ് റെഗുലേഷൻസ്, അതായത് നമ്മൾ നിൽക്കുന്ന നാടിനൊരു റൂൾ ഉണ്ടാവും അല്ലെ, നമ്മുടെ നാടിന്റെ റൂളിനനുസരിച്ച് നമ്മൾ നിൽക്കുന്നതാണ് കൺവെൻഷണൽ. പോസ്റ്റ് കൺവെൻഷനിലാകുമ്പോൾ നമുക്ക് കുറെ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കും. ചിലതൊക്കെ നമുക്ക് എന്താണ് നമ്മൾക്കനുസരിച്ച് നിൽക്കുന്നതാണ്. നമ്മളുടെ എത്തിക്സ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെങ്കിലും നമ്മളുടെ എത്തിക്സിന് ശരിയാവാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകാറില്ല. അപ്പൊ അതേപോലുള്ള സാധനങ്ങളാണ് പോസ്റ്റ് കൺവെൻഷനിൽ വരിക. അപ്പൊ കോൾബർഗിന്റെ ഈ ഒരു മിക്കപ്പോഴും എക്സാമിന് പ്രീ കൺവെൻഷനിൽ തന്നെയാണ് ചോദിക്കാറ്. കൺവെൻഷനിലും പോസ്റ്റ് കൺവെൻഷനിലും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒന്ന് പ്രീ കൺവെൻഷനിലാണ്. അപ്പൊ ഈ ഒരു തിയറി ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ആൾക്കാരെ ക്ലാസ്സസ് വാച്ച് ചെയ്യുക, പഠിക്കുക കേട്ടോ. പ്രീ കൺവെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? പണിഷ്മെന്റ് റിവാർഡ് ആണ്. ഈ പറഞ്ഞ പോലെ പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു വഴക്ക് വെക്കുന്നതാവാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു സാധനം എടുത്ത് മാറ്റുന്നതാവാം. ഓക്കെ, പണിഷ്മെന്റ് റിവാർഡ് ഒക്കെയാണ് പ്രീ കൺവെൻഷണൽ. കൺവെൻഷണൽ ആകുമ്പോൾ അതെന്താവും, സൊസൈറ്റിക്ക് അനുസരിച്ച് നമ്മൾ നിൽക്കുന്നതാണ്. ഇപ്പോ മരണ വീട്ടിൽ പോയിട്ട് ചിരിക്കാൻ പറ്റൂല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ, അല്ലെങ്കിൽ എന്താണ് സീബ്ര ക്രോസിങ്ങിലൂടെ വേണം നമ്മൾ റോഡ് ക്രോസ് ചെയ്യാനെന്ന് മനസ്സിലാക്കുന്നത് പോലൊരു സാധനമാണ് കൺവെൻഷണൽ. പോസ്റ്റ് കൺവെൻഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, നമ്മുടെ അവകാശങ്ങളും നമ്മുടെ എത്തിക്സും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് പോസ്റ്റ് കൺവെൻഷണൽ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, ഒരു തംസപ്പ് കിട്ടി, ഭയങ്കര സന്തോഷം. ഓക്കെ ഫൈൻ, താങ്ക് യു. അപ്പോ നമുക്കൊരു കുട്ടി കളഞ്ഞുപോയ പെൻസിൽ എന്ത് ചെയ്യാണ്? തിരിച്ചു കൊടുക്കുകയാണ്. കാര്യം ടീച്ചർ വഴക്ക് പറയുമെന്ന് പറഞ്ഞിട്ടാണ്. ഇതിൽ എ കൺവെൻഷണൽ, ബി ഉത്തരം പ്രീ കൺവെൻഷണൽ, സി നോക്കൂ ഫോർമൽ ഓപ്പറേഷണൽ ലെവൽ. അത് ആരുടെ തിയറിയാ? ഞാൻ രണ്ടാമതായിട്ട് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു തിയറിയാണ് ആ സിയിൽ നിൽക്കുന്നത്, ഫോർമൽ ഓപ്പറേഷണൽ ലെവൽ. അത് ആരുടെ തിയറിയിലുള്ളതാ? ഒന്ന് ജസ്റ്റ് അടിച്ചു നോക്കൂ, സ്ലൈഡിലുണ്ട്. എന്നാലും പിയാഷയുടെ ആണ്. കേട്ടിട്ടുണ്ടോ? പിയാഷയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി തീർച്ചയായും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ പിയാഷയുടെ തിയറിയിൽ വരുന്നതാണ് ഫോർമൽ ഓപ്പറേഷണൽ ലെവൽ എന്ന് പറയുന്നത്. അത് പിയാഷെ നമുക്കറിയാം. ഫസ്റ്റ് സ്റ്റേജ് ഏതായിരുന്നു? ആരെങ്കിലും പറയാമോ? സെൻസറി മോട്ടോർ സ്റ്റേജ്, പിന്നെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ആൻഡ് ഫോർമൽ, അല്ലെ? 4 സ്റ്റേജസ് ആണുള്ളത്. ഇതിൽ ഓരോ സ്റ്റേജിലും ഒരു കുഞ്ഞ് അച്ചീവ് ചെയ്യുന്ന ഓരോ ടാസ്കുകൾ ഉണ്ട്, അല്ലെ? അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എനിക്ക് പറയാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻസ്, ഒന്ന് കോൾബർഗും 2 പിയാഷയാണ്. കോൾബർഗിന്റെ ഈ ഒരു ലെവൽ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. 2 പിയാഷയുടെ തിയറിയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കണം. കാര്യം കേറ്ററ്റ് എക്സാംസിന് സ്ഥിരം ചോദിക്കുന്ന അതായത് കോൾബർഗ് ഇല്ലെങ്കിൽ പിയാഷ കാണും, പിയാഷ ഇല്ലെങ്കിൽ കോൾബർഗ് കാണും, ചിലപ്പോൾ 2 ആൾക്കാർ ഒന്നിച്ചും വരും. അങ്ങനെ ഒരു ബന്ധം ഇവർ തമ്മിലുണ്ട്. അപ്പോൾ കേറ്ററ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായ നമ്മൾ തീർച്ചയായിട്ടും ആരെയൊക്കെ നോക്കണം? കോൾബർഗിനെയും പിയാഷേനെ നോക്കണം. എന്താണ് ഇതിനകത്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ
എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുന്നു, കോൾബർഗിന്റെ തിയറിയിൽ ഈ സ്റ്റേജസ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. പ്രീ കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ. പിയാഷയുടെ തിയറി പഠിക്കുമ്പോൾ ഓരോ സ്റ്റേജുകളിലും ഒരു കുഞ്ഞ് അച്ചീവ് ചെയ്യുന്ന ടാസ്കുകളുണ്ട്. ഇപ്പൊ സെൻസറി മോട്ടോ സ്റ്റേജ് എടുക്കുകയാണെങ്കിൽ കുഞ്ഞ് അവിടെ അവരുടെ സെൻസസുകൾ പഠിക്കുകയാണ്. അതായത് കുട്ടി ഒരു ലിറ്റിൽ സയന്റിസ്റ്റ് ആവും എന്നാണ് പറയുന്നത്. കുഞ്ഞ് എല്ലാ കാര്യങ്ങളും സെൻസ് ചെയ്ത് പഠിക്കാനായിട്ട് പഠിക്കുന്നു. കുഞ്ഞ് ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ പഠിക്കുന്നു. അതേസമയം ഒരു പ്രീ ഓപ്പറേഷനിലേക്ക് എത്തുമ്പോൾ സിംബോളിക് റെപ്രസെന്റേഷൻ ആണ്. അതായത് ഭിത്തിയിലൊക്കെ കുത്തി വരയ്ക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല. അതായത് എല്ലാം ചിത്രങ്ങളിലൂടെ കാണിക്കുക, സിംബോളിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളൊരു സാധനം. കോൺക്രീറ്റ് ആകുമ്പോഴത്തേക്ക് അവരുടെ ചിന്തകളെല്ലാം കുറച്ചുകൂടി കോൺക്രീറ്റ് ആവും. ഈഗോ സെൻട്രിസം പോലത്തെ സാധനങ്ങളിലേക്ക് അവരെത്തും. അതേസമയം ഫോർമൽ ഓപ്പറേഷനിലാവുന്ന സമയത്തോ നമ്മൾ വലിയ ആൾക്കാരൊക്കെ ചിന്തിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ ഹൈപ്പോത്തറ്റിക്കലായിട്ട് ചിന്തിക്കാൻ, പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ, ഒരു ഡിസിഷൻ എടുക്കാൻ ഒക്കെ കുഞ്ഞുങ്ങൾക്ക് പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, എന്താണ് ഈ പിയാഷയുടെ തിയറിയും ഹോൾബർഗിന്റെ തിയറി എന്ത് ചെയ്യണം, നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് നന്നായിട്ട് ഓർത്തിരിക്കണം. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. A teacher believes that children are naturally curious and can learn any concept if it is presented appropriately at any age. This belief aligns closely with. എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. ഇത് അൺമ്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, ഏതാണ്? ഓപ്ഷൻ എ ത്രോണ്ടേക്ക്, ബി പാവ്ലോവ്, സി ബ്രൂണർ, ഡി സ്കിന്നർ. ആരാണ്? കുട്ടികള് ഒരു ടീച്ചർ വിശ്വസിക്കുകയാണ് കുട്ടികള് നാച്ചുറലി ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് എന്ത് കാര്യവും പഠിക്കാം ഏജിനനുസരിച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ. അത് ഇതിൽ ആരാണ് പറഞ്ഞിരിക്കുന്നത്? ത്രോണ്ടേക്ക് ആണോ, പാവ്ലോവ് ആണോ, ബ്രൂണർ ആണോ, സ്കിന്നർ ആണോ? ആരാണ് പറഞ്ഞിരിക്കുന്നത്? ഏജിനനുസരിച്ച് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യണം, കോൺസെപ്റ്റ്സ് കൊടുക്കണം, എന്നാൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാലാണ്. യെസ്, ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, ബ്രൂണർ ആണ്. ജെറോമി ബ്രൂണർ എന്ന് പറഞ്ഞ വ്യക്തി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഓരോ സ്റ്റേജിലും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് അല്ലെ. ആസ് എ ടീച്ചേഴ്സ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഏതൊരു സബ്ജക്ട് പഠിപ്പിക്കുമ്പോഴും എന്ത് ചെയ്യണം, ഓരോ പർട്ടിക്കുലർ സ്റ്റേജിനനുസരിച്ച് വേണം നമ്മൾ പഠിപ്പിക്കാൻ. അതായത് ഒരു സൈക്കോളജിയിൽ ഒരു തിയറി പറയുന്നുണ്ട്, നമ്മളിപ്പോ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ സെക്കൻഡറി ലാംഗ്വേജ്, ഇപ്പൊ നമ്മൾ നമ്മുടെ മാതൃഭാഷയായ മലയാളം അല്ലാതെ നമ്മൾ ഒരു ഭാഷ കൂടി പഠിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഏർലി ലൈഫ് സ്റ്റേജസിലാണെങ്കിൽ വളരെ എഫിഷ്യന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് ഒക്കെ കുഞ്ഞിലേ തൊട്ടേ നമ്മൾ പഠിപ്പിച്ചു തുടങ്ങുന്നത്. അതായത് ABCD ഒക്കെ എഴുതി കറക്റ്റ് ഫൗണ്ടേഷൻ ഇട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഓരോ സ്റ്റേജിലും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അവരുടെ സ്റ്റേജ് മനസ്സിലാക്കി അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു മെയിൻ ആളാണ് നമ്മളുടെ ബ്രൂണർ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും മെയിൻ സംഭവം എന്താന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിയാഷെ വിളിച്ച പോലെ ലിറ്റിൽ സയന്റിസ്റ്റുകളാണ് അവര് കാര്യങ്ങൾ കണ്ടറിയാനും കേട്ടറിയാനും അതേപോലെ തന്നെ ഡൗട്ടുകൾ ചോദിച്ചു. പ്രത്യേകിച്ച് ഇന്നത്തെ മക്കളെ നമുക്ക് അറിയാമല്ലോ, അവർ ചോദിക്കുന്ന ഡൗട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡൗട്ടുകളാണ്. അപ്പൊ അങ്ങനെ അവർ വളരെ ക്യൂരിയസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, കാര്യങ്ങളെ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ ആരാണ്? ബ്രൂണർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതില് ത്രോണ്ടേക്ക് ലേണിംഗ് തിയറിയിലുള്ള ആള് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ലോ ഓഫ് എഫക്ട്, ലോ ഓഫ് അസോസിയേഷൻ ഒക്കെ ഉണ്ട്. പാവ്ലോ കണ്ടീഷനിങ്ങിന്റെ ആളാണ്. നമുക്ക് അറിയില്ലേ ക്ലാസിക്കൽ കണ്ടീഷനിങ്? ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ ആളാണ് നമ്മുടെ പാവ്ലോവ്. സ്കിന്നർ ആണ് ഏത് ഒപ്പാരന്റ് കണ്ടീഷനിങ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന ലേണിംഗ് തിയറി കൊണ്ടുവന്നത് BF സ്കിന്നർ ആണ്. ഓക്കെ ആണോ ആ കോൺസെപ്റ്റ്? അപ്പൊ കുട്ടികൾ ക്യൂരിയസ് ആണ്, അപ്രോപ്രിയേറ്റ് ഏജിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞ ആരാണ്? ബ്രൂണർ ആണ്. ഓക്കെ, അടുത്തൊരു നമ്മുടെ ഒരു എക്സാമിലേക്ക് ഒരു കീ എന്നുള്ള രീതിയിൽ പറയാണ്. എക്സാമിന് പോകുന്ന സമയത്ത്, അതായത് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആരെ വിടരുത്? നമ്മുടെ ബ്രൂണറിനെയും പാവലോവിനെയും സ്കിന്നറിനെയും വിടരുത്.
അറ്റ്ലീസ്റ്റ് അവരുടെ മെയിൻ കോൺസെപ്റ്റുകളെങ്കിലും ഒന്ന് നോക്കിപ്പോണം. സ്കിന്നർ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിൽ സ്കിന്നർ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു തിയറി സ്കിന്നറിൻ്റെതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഷുവർ ക്വസ്റ്റ്യൻ നമ്മൾ സ്കിന്നറിൽ നിന്ന് എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? സ്പീഡ് കൂടുതലാണോ? ഓക്കെ ആവുന്നുണ്ടോ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which theory emphasizes that language is innate and biologically determined? Vygotsky, Chomsky, Pavlov, Piaget. ആരാണ് പറഞ്ഞത്? ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇന്നേറ്റ് ആണ്, അത് ബയോളജിക്കലി ഡിറ്റർമൈൻഡ് ആണെന്ന് പറഞ്ഞത് ഇതിൽ ആരാണ്? വൈഗോട്സ്കി ആണോ, ചോംസ്കി ആണോ, പാവ്ലോവ് ആണോ, പിയാഷെ ആണോ? ഇത്തവണ ഈ ഒരു ഏരിയയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ, യെസ്, ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, നോം ചോംസ്കി. നോം ചോംസ്കി ആണ് ഈ ഒരു തിയറി, നമുക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റും, തിയറി പോലെയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അതായത് അദ്ദേഹം പറയുന്നത്, ഇപ്പൊ നിങ്ങൾ തന്നെ അയച്ചു നോക്കൂ, നമ്മളൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാല് ആ കുഞ്ഞ് നമ്മൾ പറയുന്നത് കേട്ടിട്ടാണ് പറയുന്നതെങ്കിൽ കൂടി ആ കുട്ടി പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ അക്വയർ ചെയ്യുന്നതാണ് നമുക്ക് തോന്നുന്നു, അല്ലെ? ഇപ്പൊ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അമ്മ, അച്ഛ, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് പറ്റുന്ന, ഇപ്പൊ ചിലർ ഡാഡ, അതൊക്കെ പെട്ടെന്ന് നാക്കിന് പറ്റുന്നതാണ്, അല്ലെ? കുഞ്ഞുങ്ങൾ പെട്ടെന്ന് അത് അക്വയർ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. അതായത് ആ ഒരു ഇത് വെച്ചിട്ടാണ് നോം ചോംസ്കി പറഞ്ഞത്, ഹ്യൂമൻസിന്, മനുഷ്യന് നമ്മുടെ ഉള്ളിൽ തന്നെ ബയോളജിക്കൽ ആയിട്ടൊരു കപ്പാസിറ്റി ഉണ്ട്, ഇന്നേറ്റ് ആയിട്ട്. നമ്മൾ ജനിച്ചപ്പോ തന്നെ നമ്മുടെ കൂടെ ഉള്ള ഒരു സാധനം ഉണ്ട്. അതാണ് സത്യം പറഞ്ഞാൽ ഈ ലാംഗ്വേജ് ഒക്കെ പഠിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ള ആ ഒരു സംഭവത്തിന് അയാൾ ഒരു പേരും പറഞ്ഞു, ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ്, ലാഡ്, LAD. പ്ലീസ് നോട്ട് ഇറ്റ്. ഒരു പ്രീവിയസ് ഇയർ ആണ്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പറ്റേഷൻ ഉണ്ട്. നോം ചോംസ്കി ഈസ് കാൾഡ് ഫാദർ ഓഫ് ലിംഗ്വിസ്റ്റിക്സ്. ഫാദർ ഓഫ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് കൂടി നമ്മൾ നോം ചോംസ്കി പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. അത് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയ ഒരു സംഭവമാണ്. നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ എന്തുണ്ട്? ഒരു ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് ഉണ്ട്. അതാണ് എന്തിനു സഹായിക്കുന്നത്? നമ്മൾക്ക് ഈ ലാംഗ്വേജ് ഒക്കെ അക്വയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോ ഞാൻ റീസെന്റ് ആയിട്ട് ചുറ്റുമുള്ളവരെയൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ആൾക്കാർ കുറച്ചും കൂടി കൊറിയൻ കൾച്ചറിലോട്ട് പോകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് കൊറിയൻ ലാംഗ്വേജ് പഠിക്കുന്ന ആൾക്കാര്, കൊറിയൻ ഡ്രസ്സിങ് സ്റ്റൈൽ നോക്കുന്ന ആൾക്കാരൊക്കെ കൂടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരും അവർക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് പെട്ടെന്ന് പഠിക്കുന്നുണ്ട്. അതായത് അതിനു വേണ്ടി എഫേർട്ട് ഇടുമ്പോൾ പെട്ടെന്ന് അവരുടെ തലയിലേക്ക് പോകുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ ചോംസ്കി പറഞ്ഞ പോലെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളില് ഒരു ഇന്നേറ്റ് ആയിട്ട്, ഒരു ബയോളജിക്കൽ ആയിട്ട് ഒരു കപ്പാസിറ്റി ഉണ്ട്. എന്തിനുള്ള കപ്പാസിറ്റി? ഏതൊരു ലാംഗ്വേജിനെയും അക്വയർ ചെയ്യാനുള്ള ഒരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസിന്റെ പേരെന്താണ്? ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ചോംസ്കി ഫാദർ ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്, ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ്. വൈഗോട്സ്കി പറയുന്നത് നമ്മുടെ സോഷ്യൽ ഇന്ററാക്ഷൻസ് ത്രൂ ആണ് നമ്മൾ ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നതെന്നാണ് വൈഗോട്സ്കി പറഞ്ഞിരിക്കുന്നത്. പാവലോ ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ ആളാണ്. പിയാഷെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കൊണ്ടുവന്ന ആളാണ്. ഇതേ ഏരിയയിൽ നിന്ന് തന്നെ വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ വരുമ്പോൾ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. എ ടീച്ചർ ആസ്ക് students to list as many uses as possible for a brick. This activity mainly develops. അതായത് ഒരു കട്ട കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഉള്ളത് എന്ന് കുഞ്ഞുങ്ങളോട് ടീച്ചർ ചോദിച്ചു. അപ്പോ ഇതിൽ ഏതാണ് അവിടെ സംഭവിച്ചത്? എ ഡൈവേർജന്റ് തിങ്കിങ്, ബി ഇവാലുവേഷൻ, സി കൺവേർജന്റ് തിങ്കിങ്, ഡി മെമ്മറി. അതായത് ടീച്ചർ ഒരു കട്ട എടുത്ത് വെച്ചിട്ട് പറഞ്ഞു ഇതിന് എന്തൊക്കെ ഉപയോഗമുണ്ട്. കുഞ്ഞുങ്ങൾ ഇതിൽ ഏതാണ് ഉപയോഗിക്കുക? ഡൈവേർജന്റ് തിങ്കിങ് ആയിരിക്കും ഉപയോഗിക്കുക, ഇവാലുവേഷൻ ആയിരിക്കും ഉപയോഗിക്കുക, കൺവേർജന്റ് തിങ്കിങ് ആയിരിക്കും ഉപയോഗിക്കുക, മെമ്മറി ആയിരിക്കും ഉപയോഗിക്കുക? ഏതായിരിക്കും? യെസ്,
കുഞ്ഞുങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന ഏതായിരിക്കും? ഡൈവേർജന്റ് തിങ്കിങ് ആയിരിക്കും. ഡൈവേർജന്റ് തിങ്കിങ്ങിന് വേറൊരു പേരുണ്ട്, ഓർമ്മയുണ്ടോ? ഡൈവേർജന്റ് തിങ്കിങ് ഈസ് ഓൾസോ കോൾഡ്, അല്ലെങ്കിൽ ഡൈവേർജന്റ് തിങ്കിങ് ആണ് ഇതിലുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന എന്തായിരിക്കും? ക്രിയേറ്റിവിറ്റി അല്ലെ? ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സ് ആയിട്ട് തിങ്ക് ചെയ്യാന്ന് ഓർത്താൽ മതി. അതായത് പല രീതിയിൽ തിങ്ക് ചെയ്യുക. ഡൈവേർജ് ചെയ്ത് പോകാന്ന് വെച്ചാൽ ഇങ്ങനെ തെന്നി മാറുക എന്നുള്ളതല്ലേ. അപ്പൊ ഡൈവേഴ്സ് നമ്മൾ പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് ഭയങ്കര ഡൈവേഴ്സ് ആയിട്ട് ഒരു രാജ്യമാണ് നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പൊ ആ ഒരു വെയിലാലേക്ക് ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സ് ആയിട്ട് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റുക. കുഞ്ഞുങ്ങളെ ഒരു ബ്രിക്ക് എടുത്ത് വെച്ചിട്ട് നമ്മളൊരു കുട്ടിയോട് ചോദിക്കാണ് ഇതിന്റെ ഉപയോഗം എന്താണെന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞ് ഒരുപാട് രീതിയിലുള്ളത് പറയുന്നുണ്ടെങ്കിൽ ആ കുട്ടി എങ്ങനെ ചിന്തിക്കുന്നു? ഡൈവേഴ്സ് ആയിട്ട് ചിന്തിക്കുന്നു, ഡൈവേഴ്സന്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതായത് ഇപ്പോ കുഞ്ഞിന് പറയാം ഈ ബ്രിക്ക് നമുക്ക് എന്താണ് പേപ്പർ വെയിറ്റ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്കിത് എന്റെ പുതിയ ചിത്രത്തിന് ബോർഡർ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താണ്? കുട്ടി ഡൈവേഴ്സ് ആയിട്ട് തിങ്ക് ചെയ്യല്ലേ. അപ്പൊ അവിടെ എന്താണ്? ഡൈവേർജന്റ് തിങ്കിങ് ആണ്. ഓക്കെ, അതേസമയം കൺവേർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതിന്റെ നേരെ ഓപ്പോസിറ്റ് സാധനമാണ് ഒന്നിലേക്ക് വരിക. ഓക്കെ, ഒരു ചിന്തിച്ച് ലാസ്റ്റ് എന്ത് ചെയ്യും? ഒന്നിൽ വന്ന് സ്റ്റക്ക് ആവും. ദാറ്റ് ഈസ് കൺവേർജന്റ് തിങ്കിങ്. വ്യത്യാസം ക്ലിയർ ആയോ? ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ക്രിയേറ്റിവിറ്റി ആണ്, പല രീതിയിൽ ചിന്തിക്കാൻ പറ്റും. അതേസമയം കൺവേർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യത്തിലേക്ക് വന്ന് നിൽക്കുന്നതാണ് കൺവേർജന്റ് തിങ്കിങ്. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൾ ചില ബുക്കുകളൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് പലപ്പോഴും തോന്നാറുണ്ടല്ലേ, ഇതിന്റെ റൈറ്റർ എങ്ങനെയാണ് ഇത്രയും ഡൈവേഴ്സ് ആയിട്ട് ചിന്തിച്ചത് നമ്മൾ തിങ്ക് ചെയ്യാറില്ലേ. ആ ബുക്കിൽ ഇങ്ങനെ തന്നെ അവർ വന്നു നിന്നല്ലോ, അതെങ്ങനെ അവർ വന്നു നിന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ. അത് ക്രിയേറ്റിവിറ്റിയാണ്, ഡൈവേഴ്സ് ആയിട്ട് തിങ്ക് ചെയ്യാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അതേസമയം ചില ബുക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇത് ഒരു സാധനത്തിലേക്ക് തന്നെയാണല്ലോ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നും. ദാറ്റ് ഈസ് കൺവേർജന്റ് തിങ്കിങ്. വ്യത്യാസം കറക്റ്റ് ആയിട്ട് കിട്ടിക്കാണും അല്ലേ? മനസ്സിലായല്ലോ അല്ലേ? ഞാൻ ഒന്നും കൂടി പറയണം. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു കൺസ്ട്രക്റ്റിവിസ്റ്റിക് വ്യൂ, എ ടീച്ചർ ഷുഡ് റെസ്പോണ്ട് ടു സ്റ്റുഡന്റ് എറേഴ്സ് ബൈ. കൺസ്ട്രക്റ്റിവിസ്റ്റിക് വ്യൂ പ്രകാരം ഒരു ടീച്ചർ കുഞ്ഞിന്റെ തെറ്റുകളോട്, കുട്ടിയുടെ തെറ്റുകളോട് എങ്ങനെ പ്രതികരിക്കണം? റിപ്പീറ്റിംഗ് ദ കറക്റ്റ് ആൻസർ ലൗഡ്ലി, യൂസിംഗ് ദം ടു അണ്ടർസ്റ്റാൻഡ് ചൈൽഡ്സ് തിങ്കിങ്, സി പണിഷിംഗ് ദ ചൈൽഡ്, ഇഗ്നോർ ദം കംപ്ലീറ്റ്ലി. ഇവിടെ നമ്മൾ എന്താവണം? ഒരു ഐഡിയൽ ടീച്ചറായിട്ട് ചിന്തിച്ചാൽ മതി. അതായത് കൺസ്ട്രക്റ്റിവിസ്റ്റിക് വ്യൂ ഒന്നും അറിയില്ലെങ്കിൽ ഒരു ഐഡിയൽ ടീച്ചർ ആവുക. എന്താണ് പണ്ടത്തെ ടീച്ചർമാര്, ചാക്കോ മാഷുമാരൊക്കെ ചെയ്യുന്ന പോലെ കുട്ടി എടുത്തിട്ട് അടിച്ചാൽ മതിയോ? അല്ലെങ്കിൽ ചില ടീച്ചർമാര് നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തിട്ട് പോവാ, അങ്ങനെ ചെയ്താൽ മതിയോ? അല്ലെങ്കിൽ രണ്ട് ചീത്തയും പറഞ്ഞിട്ട് ഉത്തരം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? എന്താ വേണ്ടത്? യെസ്, എല്ലാരും പറഞ്ഞ പോലെ ഉത്തരം ആൻസർ ബി ആണ്. യൂസിങ് ദം ടു അണ്ടർസ്റ്റാൻഡ് ദ ചൈൽഡ്സ് തിങ്കിങ്. അതായത് കുട്ടിയുടെ ചിന്താഗതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അത് ഉപയോഗിക്കാം അല്ലെ. ഇപ്പൊ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്, കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ഇതാണ്, ആക്റ്റീവ് കൺസ്ട്രക്ടേഴ്സ് ഓഫ് നോളജ്. ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറയില്ലേ, ഒരു നോളജിന്റെ ഒരു മിനി സെല്ലാണ് നമുക്ക് പറയാം, ഒരു ആറ്റം ആണെന്നൊക്കെ നമുക്ക് പറയാം. അവര് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പറയുന്ന കാര്യം പോലും നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത് ഓരോ രീതിയിലാണ് അല്ലെ. ഇപ്പൊ ഒരു കാര്യം ഒരു ഗ്രൂപ്പിനോട് നമ്മൾ പറയുമ്പോൾ അത് നിങ്ങൾ മനസ്സിൽ കാണുന്ന ചിത്രങ്ങളാണെങ്കിലും നിങ്ങൾ മനസ്സിൽ അത് മനസ്സിലാക്കുന്ന രീതിയാണെങ്കിലും എല്ലാം ഭയങ്കര വ്യത്യാസമുള്ളതാണ്. കാര്യം എന്താണ്? നമ്മൾ അത്രയും വ്യത്യസ്തമായിട്ടുള്ള ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. അപ്പൊ നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് നോളജ് ഉണ്ടാക്കുന്നവരാണ്, അതിന്റെ ആക്റ്റീവായിട്ട് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോ എന്താണ്, കുട്ടിയുടെ ചിന്താഗതി എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ത്രൂ ദാറ്റ് ഇറേഴ്സ് എന്നുള്ളതാണ്. കൺസ്ട്രക്റ്റിവിസം ഈസ് ഈക്വൽ ടു ആക്റ്റീവ് കൺസ്ട്രക്ടേഴ്സ് ഓഫ് നോളജ്. കുട്ടികൾ സ്ഥിരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് എന്തുണ്ട്? ആക്റ്റീവായിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഞാൻ ഒന്നും കൂടി പറയണോ? ഓക്കെ.
ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. Students in a noisy classroom became quiet to avoid extra assignments. This is an example for what? Punishment, positive reinforcement, negative reinforcement, extension. ഏതാണ്? ഒരു ഭയങ്കര ശബ്ദം ഉണ്ടാകുന്ന ഒരു ക്ലാസ്സില് എക്സ്ട്രാ അസൈൻമെന്റ് തരും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം മിണ്ടാണ്ടിരിക്കുകയാണ്. ഇത് ഏതാണ്? ഒന്നും കൂടി ഒന്ന് നോക്കി നോക്കാവോ? എക്സ്ട്രാ അസൈൻമെന്റ് ഒഴിവാക്കാനായിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഏതാണ്? ഒഴിവാക്കാനാണ്. പണിഷ്മെന്റ് ആണോ, പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആണോ, നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആണോ, എക്സ്റ്റൻഷൻ ആണോ? ഒന്നും കൂടി നോക്കിയാൽ കിട്ടുവേ. സാധനം കറക്റ്റ് ആണ്, പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. സ്റ്റുഡന്റ് ഈസ് എ ഒരു കുട്ടി ഭയങ്കര ഒച്ചപ്പാടും ബഹളമുള്ള ഒരു ക്ലാസ്സിൽ മിണ്ടാണ്ടിരിക്കുകയാണ്. എന്തിനാണ്? എക്സ്ട്രാ അസൈൻമെന്റ് ഒഴിവാക്കാൻ. ഏതാണ് അസൈൻമെന്റ് ഒഴിവാക്കുക? അതേതായിരിക്കും? യെസ്, ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഞാൻ ഇത് മനസ്സിലാക്കാൻ ഒരു എളുപ്പപ്പണി പറഞ്ഞുതരാം. നമുക്ക് ആദ്യം കുറച്ച് ടേംസ് ഓർത്തിരിക്കാം. നെഗറ്റീവ്, പോസിറ്റീവ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് തന്നെയാണ്, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് തന്നെയാണ്, നമുക്കറിയാം. റീഎൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ് ഓർത്തിരിക്കണേ. റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാല് ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ബിഹേവിയറിന്റെ റേറ്റ് കൂട്ടാനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് റീഎൻഫോഴ്സ്മെന്റ്. ഓക്കെ, ഒരു ബിഹേവിയർ, ഇപ്പൊ ഒരു കുട്ടി എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കഴിഞ്ഞാല് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് എന്ത്? റീഎൻഫോഴ്സ്മെന്റ്. പക്ഷെ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു ബിഹേവിയറിന്റെ റേറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പണിഷ്മെന്റ്. ഓക്കെ, റീഎൻഫോഴ്സ്മെന്റ് എന്താണ്? ഒരു സ്വഭാവം, ആ സ്വഭാവത്തിന്റെ റേറ്റ് കൂട്ടാൻ കൊടുക്കുന്നത് റീഎൻഫോഴ്സ്മെന്റ്, അത് കുറയ്ക്കാൻ കൊടുക്കുന്നത് പണിഷ്മെന്റ്. 2 പോയിന്റ് കിട്ടിയോ? ഒരു കുട്ടി നല്ല മാർക്ക് വാങ്ങി ഇനിയും നല്ല മാർക്ക് വാങ്ങാനായിട്ട് നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് റീഎൻഫോഴ്സ്മെന്റ്. ഒരു കുട്ടി മോശം മാർക്ക് മേടിച്ചു, നമ്മൾ 2 വഴക്ക് പറഞ്ഞാൽ ദാറ്റ് ഈസ് പണിഷ്മെന്റ്. എന്തിനാണ്? ആ ബിഹേവിയർ ഇനി ആവർത്തിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ആ ബിഹേവിയറിന്റെ റേറ്റ് കുറയ്ക്കാൻ. 2 പോയിന്റ് കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നെഗറ്റീവും പോസിറ്റീവും എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞുതരാം. ക്ലിയർ ആയോ? ആ 2 സാധനം കത്തിയോ? റീഎൻഫോഴ്സ്മെന്റ് ഒരു സ്വഭാവം കൂട്ടാൻ, പണിഷ്മെന്റ് ഒരു സ്വഭാവം കുറയ്ക്കാൻ. നെഗറ്റീവ്, ഈ ഒരു മേഖലയിൽ എന്താണ് നെഗറ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്തെങ്കിലും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവ്, എന്തെങ്കിലും ആഡ് ചെയ്താൽ അത് പോസിറ്റീവ്. ഓക്കെ, എന്തെങ്കിലും റിമൂവ് ചെയ്താൽ നെഗറ്റീവ്, എന്തെങ്കിലും ആഡ് ചെയ്താൽ പോസിറ്റീവ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അതിന്റെ കോമ്പിനേഷൻ പഠിക്കാൻ പോവാണ്. പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്. പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു കുട്ടിക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്. അതായത് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡ് ചെയ്യുന്നു. എന്ത് ആഡ് ചെയ്യുന്നു? ബിഹേവിയറിന്റെ റേറ്റ് കൂട്ടാനായി നല്ല മാർക്ക് മേടിച്ചപ്പോ നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്തു, ദാറ്റ് ഈസ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്. ക്ലിയർ ആയോ? ഇനി എന്താണ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാല്? എന്തോ റിമൂവ് ചെയ്യുന്നു. എന്തിന്? ബിഹേവിയറിന്റെ റേറ്റ് കൂട്ടാൻ. എന്ത് റിമൂവ് ചെയ്യുന്നു? ഇപ്പൊ ഇവിടുത്തെ ഉത്തരം വന്നത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. അവോയ്ഡ് എക്സ്ട്രാ അസൈൻമെന്റ്. എക്സ്ട്രാ അസൈൻമെന്റ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ളൊരു കേസൊന്നും അല്ല. അത് അവോയ്ഡ് ചെയ്യുന്നു. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ക്വയറ്റ് ആയിട്ടിരിക്കുന്നു, ശബ്ദം ഒഴിവാക്കുന്നു. അതായത് സൗണ്ട് ഒഴിവാക്കി കുട്ടികൾ എന്ത് ചെയ്യുന്നു? മിണ്ടാതിരിക്കുന്നു. എന്തിനു വേണ്ടി? അവോയ്ഡ് എക്സ്ട്രാ അസൈൻമെന്റ്. അവർക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് എന്ത്? എക്സ്ട്രാ അസൈൻമെന്റ്. ഈ എക്സ്ട്രാ അസൈൻമെന്റ് ഒഴിവാക്കാനായി അവർ മിണ്ടാതിരിക്കുന്നു, സൗണ്ട് ഒഴിവാക്കി. ഇപ്പൊ നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റിന്റെ എക്സാമ്പിൾ ആണെങ്കിൽ ഈ ഫോർ എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ കുട്ടികൾ, ഇപ്പൊ ഒരു കുട്ടിയുണ്ട് പറയാണ്, എനിക്ക് വീട്ടിലെ ടിവിയുടെ ശബ്ദം കാരണം പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ്. കുട്ടി നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ എന്ത് ചെയ്യാണ്? പാരന്റ്സ് TV വോളിയം കുറച്ച് വെക്കുകയാണ്. ദാറ്റ് ഈസ് റിമൂവൽ ഓഫ് ദാറ്റ് സൗണ്ട്. എന്തിനു വേണ്ടിയിട്ട്? കുട്ടിയെ റീഎൻഫോഴ്സ് ചെയ്യാൻ, വീട്ടുകാരെല്ലാം സപ്പോർട്ടാണെന്ന് കാണിക്കാൻ. കിട്ടിയോ? ഇപ്പൊ കിട്ടിയോ? ഞാൻ പണ്ട് 10ൽ പഠിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ പറഞ്ഞു TV കട്ട് ചെയ്യണം, കേബിൾ കട്ട് ചെയ്യണം, എനിക്ക് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്റെ വീട്ടിലുള്ളവർ കേബിൾ കട്ട് ചെയ്തു തന്നു. അപ്പൊ എന്താ ഞാൻ അവിടെ ചെയ്തത്? എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സാധനത്തിനെ ഞാൻ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. ക്ലിയർ ആയോ?
ക്ലിയർ ആയോ? ഓക്കെ. അപ്പോ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്തിനു വേണ്ടി ആഡ് ചെയ്യുന്നു? റേറ്റ് കൂട്ടാൻ. അതേസമയം നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനം നമ്മൾ ഇത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? അതിന്റെ റേറ്റ് കൂട്ടാണ്. രണ്ടും ഓക്കെ ആണെങ്കിൽ ഞാൻ പണിഷ്മെന്റ് പറയാം. അപ്പൊ എന്തായിരിക്കും പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാല്? നിങ്ങൾ പറയൂ, ആരെങ്കിലും ഒന്ന് കമന്റിൽ പറയാമോ? പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഒരു ബിഹേവിയറിന്റെ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നു. അടി കൊടുക്കുന്നത്, പണ്ട് ടീച്ചർമാരൊക്കെ വാരി പറക്കിട്ട് അടിക്കൂലായിരുന്നോ? അതെന്തിനു വേണ്ടിയായിരുന്നു? ആഡ് ചെയ്യുന്നു, ബിഹേവിയറിന്റെ റേറ്റ് കുറയ്ക്കാൻ. അതേസമയം പണിഷ്മെന്റ് അത് പോസിറ്റീവ് പണിഷ്മെന്റ് ആണ്. നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം എടുത്തു മാറ്റുന്നു. ഫോൺ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുഞ്ഞിന്റെ നമ്മൾ ഫോൺ എടുത്ത് മാറ്റുകയാണ് പഠിക്കാത്തത് കൊണ്ട്. ദാറ്റ് ഈസ് നെഗറ്റീവ് പണിഷ്മെന്റ്. ക്ലിയർ ആയോ? ഇപ്പൊ പഠിക്കാൻ കുറച്ച് എളുപ്പമായിട്ട് തോന്നുന്നുണ്ടോ തിരിഞ്ഞു പോകുന്ന ആൾക്കാർക്ക്? ഇങ്ങനെ ഓർത്താൽ മതി, ഇത്ര സാധനങ്ങൾ ഓർക്കുക. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യാന്നാണെന്നും, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാന്നുള്ളതാണെന്നും, റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിഹേവിയർ, ഒരു സ്വഭാവത്തിന്റെ ഇത് കൂട്ടാനാണെന്നും, അതേസമയം പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിഹേവിയർ കുറയ്ക്കാനാണെന്നും, പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എന്തെങ്കിലും ഒരു സാധനം ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇഷ്ടമല്ലാത്തൊരു സാധനം ആഡ് ചെയ്ത് കൊടുക്കുന്നത് പോസിറ്റീവ് പണിഷ്മെന്റ്. ഇഷ്ടമുള്ള സാധനം എടുത്തു മാറ്റുന്നത് നെഗറ്റീവ് പണിഷ്മെന്റ്. പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തൊരു സാധനം നമ്മൾ കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി എടുത്തു മാറ്റുന്നു. ക്ലിയർ ആയോ? ഓക്കെയാണോ? ഇപ്പൊ പഠിക്കാൻ പറ്റുമോ? അത് തിരിഞ്ഞു പോകുന്ന ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയോ? ഞാൻ ഒന്നും കൂടി പറയണോ? ഒന്നും കൂടി പറയണോ? റെസ്പോണ്ട് ചെയ്യാമോ? ക്ലിയർ ആയോ ഇല്ലേന്ന് അറിയാനായിട്ടാണ്. റെസ്പോണ്ട് ചെയ്യാമോ? നമ്മൾ ടീച്ചേഴ്സ് ആണ്, നമ്മൾ റെസ്പോണ്ട് ചെയ്യാതിരുന്നാൽ ശരിയാവില്ല കേട്ടോ. റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇൻ ചാൾസ് സ്പിയർമാൻ തിയറി ഓഫ് ഇന്റലിജൻസ്, ജി റെഫേഴ്സ് ടു. ഇന്റലിജൻസ് എന്ന് പറഞ്ഞൊരു പോർഷനിൽ വന്നേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഗ്രൂപ്പ് ഫാക്ടർ, ജനറ്റിക് ഫാക്ടർ, ജനറൽ ഇന്റലിജൻസ്, സ്പെസിഫിക് ഇന്റലിജൻസ്. ചാൾസ് സ്പിയർമാന്റെ 2 ഫാക്ടർ തിയറിയിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. എനിവൺ? ചാൾസ് സ്പിയർമാൻ 1904 വർഷം നോട്ട് ചെയ്യണേ, ഇടയ്ക്ക് ചിലപ്പോൾ വർഷം കയറി ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 1904 2 ഫാക്ടേഴ്സിനെ പറ്റി അദ്ദേഹം പറഞ്ഞു. 2 ഫാക്ടേഴ്സ്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ജി ഫാക്ടറും, ഒന്നെന്ന് പറഞ്ഞാൽ എസ് ഫാക്ടറും ആണ്. എസ് ഫാക്ടർ ആണ് ഈ സ്പെസിഫിക് ഇന്റലിജൻസ്. ജി ഫാക്ടർ ആണ് ജനറൽ ഇന്റലിജൻസ്. ജനറൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാണ് ജനറൽ ഇന്റലിജൻസ്. ഇതിന് നമ്മൾ മെന്റൽ എനർജി എന്നൊക്കെ വിളിക്കും. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് എന്ത്? ഈ ഒരു ജനറൽ ഇന്റലിജൻസ്. അതേസമയം സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് മാത്രം ഉള്ളതാണ് സ്പെസിഫിക്. AR റഹ്മാന് മ്യൂസിക്കൽ ഇന്റലിജൻസ് ഇല്ലേ? AR റഹ്മാന് ഭയങ്കര മ്യൂസിക്കൽ ഇന്റലിജൻസ് ആണ് അല്ലെ? ഇപ്പൊ അതേപോലെ ഒരു ഫേമസ് ആയ ന്യൂറോ സർജന് നമുക്ക് പറയാൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് സ്പേഷ്യൽ ഇന്റലിജൻസ് ഉണ്ടോ എന്ന് പറയാം അല്ലെ? കറക്റ്റ് ആയിട്ട് ഇത് കണ്ടുപിടിച്ച് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവുണ്ടെന്ന് നമുക്ക് പറയാം. ഇപ്പൊ ചില ആൾക്കാർക്ക് ഭാഷ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും, അവർക്ക് നമുക്ക് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉണ്ട് എന്ന് പറയാം. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? 1904 ചാൾസ് സ്പിയർമാൻ ഒരു ഇന്റലിജൻസ് തിയറി കൊണ്ടുവന്നു. അതിന്റെ തിയറിയുടെ പേര് 2 ഫാക്ടർ തിയറി എന്നാണ്. ആ 2 ഫാക്ടർ തിയറിയിൽ അദ്ദേഹം 2 ഇന്റലിജൻസിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ജി ഫാക്ടറും എസ് ഫാക്ടറും. ജി എന്ന് പറഞ്ഞാൽ ജനറൽ ഇന്റലിജൻസും, എസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഇന്റലിജൻസും. ജനറൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ജനറൽ. എസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിരിക്കും. ഇപ്പോ ചില ആൾക്കാർക്ക് നേരത്തെ പറഞ്ഞ മ്യൂസിക് ആണെങ്കിൽ ചില ആൾക്കാർക്ക് നല്ല സ്പേഷ്യൽ എബിലിറ്റി ആയിരിക്കും. എത്ര ചുവട് വെച്ചാൽ അവിടെ എത്തും എന്ന് അവർക്ക് പറയാൻ പറ്റും. എത്ര ആഴത്തിന് കാല് വെക്കണം എന്നറിയാം. ഈ ഡ്രൈവിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് കറക്റ്റ് ആയിട്ട് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ നിൽക്കും അല്ലെ? സ്പേഷ്യൽ എബിലിറ്റി ഉള്ള ആൾക്കാർ. അപ്പൊ അതാണ് സ്പെസിഫിക് ഇന്റലിജൻസ്. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ആദ്യമായിട്ട്
ഇന്റലിജൻസ് ടെസ്റ്റിംഗ് കൊണ്ടുവന്ന ആരാ? ഒരു പ്രീവിയസ് ഇയർ ആണ്, അപ്പൊ അത് പറഞ്ഞേ ഉള്ളൂ. ആദ്യത്തെ ഇന്റലിജൻസ് ടെസ്റ്റ് കൊണ്ടുവന്ന ആളുടെ പേരറിയോ? ഒരു ഗസ് വർക്ക് നടത്താമോ? ഇന്റലിജൻസിന്റെ ഭാഗത്തു നിന്നാണ്, ചോദിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് പറയാണ്. ബിനറ്റ് ആൻഡ് സൈമൺ ആണ് കൊണ്ടുവന്നത്. ബിനറ്റ് ആൻഡ് സൈമൺ, ഓർത്തിരിക്കണേ. അതായത് അവരുടെ ജർമ്മനി ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് സ്ഥലം ഓർമ്മയില്ല. അവിടെ സ്കൂളില് കുട്ടികളുടെ ലേണിംഗ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് ബിനറ്റ് ആൻഡ് സൈമൺ. ഓക്കെ, അത് ഓർത്തിരിക്കണേ. ബിനറ്റ് ഒരിക്കലും മറക്കരുത്. ബിനറ്റ് ആൻഡ് സൈമൺ ആണ് ആദ്യത്തെ ഇന്റലിജൻസ് ടെസ്റ്റിംഗ് കൊണ്ടുവന്നത് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which classroom practice best reflects understanding of principle of growth and development? നമ്മൾ ക്ലാസ് റൂമില് ഇതിൽ ഏത് ചെയ്താലാണ് കുട്ടികൾക്ക് നമുക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റുന്നത്? പ്രൊവൈഡിങ് ഏജ് അപ്രോപ്രിയേറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ്, ഫോഴ്സിങ് early achievement, expecting the same performance from all children of the same age, ignoring developmental stages. അതായത് ഇതിൽ ഏതാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കൺസിഡർ ചെയ്യുന്നത്, അവരുടെ ഗ്രോത്തും ഡെവലപ്മെന്റും ഒക്കെ കൺസിഡർ ചെയ്യുന്നത് ഇതിലേതാണ്? അവർക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ ലേണിംഗ് പറഞ്ഞു കൊടുക്കുന്നതാണോ? അതായത് നിങ്ങൾ കൂടുതൽ അച്ചീവ് ചെയ്യണം എന്ന് കുട്ടികളെ ഫോഴ്സ് ചെയ്യുന്നതാണോ? എല്ലാവരും ഒരേപോലെ പ്രവർത്തിക്കണം അല്ലെങ്കിൽ ഒരേപോലെ അച്ചീവ് ചെയ്യണം എന്ന് വിചാരിക്കുന്നതാണോ? കുട്ടികളുടെ ഡെവലപ്മെന്റൽ സ്റ്റേജ് ഇഗ്നോർ ചെയ്യുക, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുക, അതാണോ? ഒരു ഐഡിയൽ ടീച്ചറായിട്ട് ചിന്തിക്കൂ. യെസ്, ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. അതായത് നമുക്കറിയാം, നമ്മളുടെ ഇപ്പൊ ഒരു ക്ലാസ്സിൽ 50 കുട്ടികൾ ഉണ്ടെങ്കിൽ 50 പേരും 50 വീടുകളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് അല്ലെ. 50 പേര് എന്ന് പറയുന്നത് 50 സെറ്റ് ഓഫ് പാരന്റ്സിന്റെ മക്കളാണ്. അതായത് 100 വ്യക്തികളാണ് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? നമ്മുടെ മുമ്പിൽ 50 കുട്ടികൾ ഇരിപ്പുണ്ടെങ്കിൽ 100 പേരാണ് ആക്ച്വലി ആ ഇരിക്കുന്ന ഓരോ 50 പേരിലും ഉള്ളത്. 100 വ്യക്തികളുടെ ഇൻഫ്ലുവൻസ് ഉള്ള കുഞ്ഞുങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന 50 പേര്. അപ്പൊ ആ 50 പേരെന്ന് പറഞ്ഞാൽ പല ഡെവലപ്മെന്റ് സ്റ്റേജിലുള്ള പല രീതിയിൽ ഗ്രോത്ത് ഉള്ള കുട്ടികളായിരിക്കും. അതാണ് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലേണിംഗ് അവർക്ക് കൊടുക്കണം. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് ഗ്രോത്ത് ഡെവലപ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഐഡിയൽ ടീച്ചർ ആവുക, ചിന്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A student evaluate different solution before choosing the best one. This reflect. നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈവേർജന്റിന്റെ ഒരു ഭാഗമായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കുട്ടി ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് പല സൊല്യൂഷനുകൾ ചിന്തിച്ച് അതിൽ ഏറ്റവും നല്ലതായിട്ടുള്ളത് തിരഞ്ഞെടുക്കാണ്. അത് ഏതാണ്? മെമ്മറി ആണോ, റീസണിങ് ആണോ, ഹാബിറ്റ് ആണോ, ഇമോഷൻ ആണോ? ഏതായിരിക്കും? ഒരുപാട് സൊല്യൂഷൻസ് മുമ്പിലുണ്ട്, അതിൽ നിന്നും ദ ബെസ്റ്റ് കുട്ടി തിരഞ്ഞെടുക്കുകയാണ്. അതേതായിരിക്കും? ഗസ് ചെയ്യൂ. ആൻസർ വരുന്നത് ഒന്ന് ഗസ് ചെയ്യൂ. യെസ്, ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, റീസണിങ് എബിലിറ്റി ആണ്. അതായത് നമ്മളുടെ മുമ്പിൽ റീസൺ ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ആലോചിച്ചാൽ മതി, റീസൺ ചെയ്യുക. അവിടെ മെമ്മറി, നമ്മുടെ ഓർമ്മയ്ക്കോ നമ്മുടെ ഹാബിറ്റ്, നമ്മുടെ ദിനചര്യയൊക്കെ പോലുള്ള സംഭവങ്ങൾക്കോ ഒന്നും ഒരു റോളും ഇല്ല. പകരം നമ്മൾ അവിടെ റീസൺ ചെയ്യാണ്, കാരണം കണ്ടെത്തുകയാണ്. അപ്പൊ നമ്മളുടെ മുമ്പിൽ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം ഉണ്ടാവാനുണ്ടായ സാഹചര്യം മനസ്സിലാക്കി അതിനെന്ത് ചെയ്യുന്നു? നമ്മൾ കറക്റ്റ് ആയിട്ട് റീസൺ ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈവേർജന്റ് തിങ്കിങ്, ഇതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് പറയാം. ഡൈവേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ചിന്തിക്കുന്നു എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ക്ലിയർ അല്ലേ? ഞാൻ ഒന്നുകൂടി പറയണോ? അടുത്ത ക്വസ്റ്റ്യൻ. The main difference between assessment for learning and assessment of learning lies in. ഞാൻ പറഞ്ഞു ഇതിൽ തന്നെ റിപ്പീറ്റേഷൻ ഉണ്ട്, ഇതിൽ തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുണ്ട് എന്ന്. എന്തായിരിക്കും അസസ്മെന്റ് ഫോർ ലേണിംഗും അസസ്മെന്റ് ഓഫ് ലേണിംഗും തമ്മിലുള്ള വ്യത്യാസം? The type of questions used, the difficulty level, the time taken for assessment, the purpose of assessment. ഒന്ന് പറഞ്ഞു നോക്കൂ.
ഞാൻ നേരത്തെയും പറഞ്ഞു നിങ്ങളോട് അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്താണ്, അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്താന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇനി ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഏതായിരിക്കും ഏതായിരിക്കും ഗസ് ചെയ്താലും മതി, കിട്ടും നിങ്ങൾക്ക്. ഇത്രയും കേട്ടതല്ലേ. വേറെ രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. യെസ്, ഞാൻ പറഞ്ഞുതരാം, എനിക്ക് മനസ്സിലായി. അത് ചിന്തിച്ചതിന്റെ ഒരു രീതി, നമ്മൾ തിങ്ക് ചെയ്തതിന്റെ വ്യത്യാസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറയുന്നത് എല്ലാവരും ഒരേപോലെയല്ല എടുക്കുന്നതെന്നുള്ളതാണ്. അതുകൊണ്ടാണ്. അതായത് ശരിയാണ്, നിങ്ങൾ ചിന്തിച്ച ഒരു ടൈം ടേക്കൺ ആണല്ലേ. നമ്മൾ സമയത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നു, ഇതിന് ഇൻ ബിറ്റ്വീൻ കൊടുക്കുന്നു. സത്യത്തിൽ പർപ്പസിലാണ് വ്യത്യാസം വരുന്നത്. ആ സമയത്തിൽ വ്യത്യാസം ഉണ്ട് ഒരു രീതിയിൽ ചിന്തിച്ചാൽ. പക്ഷെ കുറച്ചും കൂടി ഈ ഒരു ക്വസ്റ്റ്യൻ ആപ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഉത്തരം പർപ്പസ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ രണ്ട് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രൊഫഷണലിസം ഫീൽ ചെയ്യുന്ന ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക കേട്ടോ. ഇപ്പോ രണ്ട് ഓപ്ഷൻ വന്നിട്ട് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, കുറച്ചുകൂടി പ്രൊഫഷണൽ ആണ്, ഇത് കണ്ടിട്ടാണ് കുറച്ചും കൂടി ഉത്തരത്തിന്റെ ഒരു ക്വാളിറ്റി ഇതിനുണ്ട് തോന്നുകയാണെങ്കിൽ അത് എടുക്കുക. പർപ്പസ് ഓഫ് എന്താണ് അസസ്മെന്റ് എന്നുള്ളതാണ്. ഫോർ ലേണിംഗ് ആകുമ്പോൾ ലേണിങ്ങിന് സഹായിക്കുന്നതാണ്, ഓഫ് ലേണിംഗ് ആകുമ്പോൾ നമ്മൾ ലേണിംഗ് മെഷർ ചെയ്യുന്നതാണ്. അപ്പൊ പർപ്പസിലാണ് വ്യത്യാസം എന്നുള്ളതാണ്. അപ്പൊ ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇൻ ബിറ്റ്വീൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാല് മെഷർ ചെയ്യുന്നതാണ്. ആ വ്യത്യാസം മനസ്സിലാക്കാൻ നിങ്ങൾ ചിന്തിച്ചത് ഒട്ടും തെറ്റല്ല. വേറെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ടൈമും ഉത്തരമായിട്ട് വരും, ഇല്ലാന്നില്ല. പക്ഷേ കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ട് നിൽക്കുന്നത് എന്താണ്, ഓപ്ഷൻ ഡി ആണ് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The most important characteristic of insight learning: a sudden understanding of relationship, gradual improvement, learning by reward, memorization of step. ഇൻസൈറ്റ് ലേണിംഗ് ആണ്, ലേണിംഗ് തിയറി ആണ്. ഏതായിരിക്കും ഇൻസൈറ്റ് ലേണിംഗിന്റെ ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക്? സഡൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിലേഷൻഷിപ്പ് ആണ്, കോഹ്ലറിൻ്റെതാണ് ആക്ച്വലി ഈ ഒരു തിയറി വരുന്നത്. ഇൻസൈറ്റ് ലേണിംഗ് കോഹ്ലറിൻ്റെതാണ്. നമ്മൾ മറ്റേ പണ്ട് യുറീക്ക എന്ന് പറഞ്ഞിട്ട് ഒരാൾ എണീച്ച് ഓടിയത് നമുക്ക് ഓർമ്മയില്ലേ? ബാട്ടബില് എന്താണ് കുളിക്കാനായിട്ട് നിന്നപ്പോഴാണ് പുള്ളിക്ക് പെട്ടെന്ന് ബൊയാൻസി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിലായി. എന്നിട്ട് പുള്ളി യുറീക്ക എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഓടി, അല്ലേ? ഓർമ്മയില്ലേ ആ സംഭവം? അത് ആക്ച്വലി ഇൻസൈറ്റ് ലേണിംഗ്. പെട്ടെന്ന് അങ്ങോട്ട് ബുദ്ധി ഓർമ്മ വരുന്നു, പെട്ടെന്ന് അങ്ങോട്ട് എന്ത് ചെയ്യാണ്, നമുക്ക് ഓർമ്മ വരുന്നതാണ്. സഡൻ ആയിട്ട് ആ ബന്ധം ഓർമ്മ വരുന്നതാണ് ഇൻസൈറ്റ് ലേണിംഗ്. അതായത് പണ്ട് സുൽത്താൻ എന്ന് പറഞ്ഞൊരു ചിമ്പാൻസിയെ കൊണ്ടുവന്ന് ഒരു ജയിലിനകത്ത് ഇട്ടു. എന്നിട്ട് ജയിലിനകത്ത് ഇട്ട് പുറത്തുണ്ട് ഒരു വലിയ വാഴക്കൊല കെട്ടിത്തൂക്കി. ചിമ്പാൻസി ഇതെങ്ങനെ എടുക്കാം എന്നൊക്കെ ആലോചിച്ച് പുള്ളിയുടെ മുമ്പിൽ കുറച്ച് കമ്പൊക്കെ കൊണ്ടിട്ട് കൊടുത്തു. ഇതെങ്ങനെ എന്തൊക്കെ ചെയ്യുമെന്ന് കുറച്ചു നേരം ആലോചിച്ചിട്ട് പെട്ടെന്ന് ആഹാ കിട്ടിപ്പോയി എന്നുള്ള സാധനത്തില് ചിമ്പാൻസി ഉണ്ട് ഈ കമ്പുകളെല്ലാം എടുത്ത് ഒന്നിച്ച് അങ്ങോട്ട് യോജിപ്പിച്ചിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ വാഴക്കൊലകൾ അടിച്ചിടാൻ തുടങ്ങി. അതാണ് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്ന എക്സ്പെരിമെന്റ്. അത് കൊണ്ടുവന്നത് കോഹ്ലറാണ്. സംഭവം എന്താന്ന് വെച്ചാല് പെട്ടെന്ന് ബന്ധം മനസ്സിലാവുക. ഓൾ ഓഫ് എ സഡൻ ഇതിങ്ങനെയാണല്ലോ എന്നുള്ള സാധനം നമുക്ക് മനസ്സിലാവുക. അതായത് ഈ കുറച്ച് നമ്മൾ ഈ ചില കണക്കിന്റെ സ്റ്റെപ്പ് ഒക്കെ ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ സൈഡിൽ വന്ന് സ്റ്റക്ക് ആവും, ഇത് വഴി മുട്ടി എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഓൾ ഓഫ് എ സഡൻ നമുക്ക് അയ്യോ കിട്ടി, ഇതാണല്ലോ സാധനം എന്ന് നമുക്ക് തോന്നും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതാണ് എന്ത് ഈ പറയുന്ന ഇൻസൈറ്റ് ലേണിംഗ്. ഇൻസൈറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഉൾവിളി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സാധനം. കിട്ടിയോ? ഉൾവിളിയുടെ സംഭവമാണ് ഈ ഒരു തിയറി. ലേണിംഗ് തിയറീസ് എല്ലാവരും നോക്കിയിട്ട് പോണം കേട്ടോ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എക്സാമ്പിൾക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു സാധനമാണ് ലേണിംഗ് തിയറി. നമ്മുടെ പാവലോ പഠിക്കണം, സ്കിന്നർ പഠിക്കണം. നമ്മുടെ സ്കിന്നറിന്റെ തിയറിയാണ് റീഎൻഫോഴ്സ്മെന്റ് ഒക്കെ പറഞ്ഞത്, ഒപ്പറന്റ് കണ്ടീഷനിങ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് കണ്ടീഷനിങ്. ഇൻസൈറ്റ് ലേണിംഗ് പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് ലേണിംഗ് തിയറീസ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ സ്റ്റുഡന്റ് യൂസസ് ആൻ എക്സിസ്റ്റിംഗ് കോൺസെപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് എ ന്യൂ സിറ്റുവേഷൻ വിത്തൗട്ട് ചേഞ്ചിങ് ദ കോൺസെപ്റ്റ്. ദ കോഗ്നിറ്റീവ് പ്രോസസ് ഈസ് കാൾഡ്. നമ്മുടെ പിയാഷയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ വന്നു. ഒരു കുട്ടി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് പഠിക്കുകയാണ് വിത്തൗട്ട് ചേഞ്ചിങ് ദ കോൺസെപ്റ്റ്. കോൺസെപ്റ്റ് ചേഞ്ച് ചെയ്യാതെ കുഞ്ഞു പഠിച്ചു എങ്കിൽ ഇതിൽ ഏതാണ്?
അക്കോമഡേഷൻ ആണോ, റീഎൻഫോഴ്സ്മെന്റ് ആണോ, അസിമിലേഷൻ ആണോ, ഇമിറ്റേഷൻ ആണോ? ഒരു കുട്ടി ഒരു കോൺസെപ്റ്റ് പഠിച്ചു വിത്തൗട്ട് ചേഞ്ചിങ്, ആ പുതിയൊരു സിറ്റുവേഷൻ പഠിച്ചത് കോൺസെപ്റ്റ് ചേഞ്ച് ചെയ്യാതെയാണ് എങ്കിൽ അത് ഇതിൽ ഏതാണ്? ഏതാണ് ആൻസർ? അസിമുലേഷൻ ആണ്. ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ഞാൻ കറക്റ്റ് ആയിട്ട് വ്യത്യാസം പറഞ്ഞുതരാം. ഒന്നുമില്ല, ഇത്ര ആലോചിച്ചാൽ മതി. അതായത് അസിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫിറ്റ് ന്യൂ എക്സ്പീരിയൻസ് ഇൻ ടു എക്സിസ്റ്റിംഗ് സ്കീമ എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ ഒരു ഐഡിയ ഉണ്ട്, ആ ഐഡിയയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇടിച്ചു കയറ്റി അങ്ങ് വെക്കും. ഓക്കെ, ദാറ്റ് ഈസ് അസിമുലേഷൻ. നമ്മളൊരു പുതിയ ഡ്രസ്സ് മേടിച്ചു, നമ്മുടെ വാർഡ്രോബിലാണെങ്കിൽ സ്ഥലമില്ല, നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ എങ്ങനെയെങ്കിലും ഇടിച്ചു കയറ്റി അതിനകത്തങ്ങ് തള്ളി ഇങ്ങനെ ഒരു ഉന്തിയൊക്കെ അകത്തങ്ങ് വെച്ചു. ദാറ്റ് ഈസ് അസിമുലേഷൻ. അതേസമയം അക്കോമഡേഷൻ എന്ന് പറഞ്ഞാല് നിങ്ങൾ വിചാരിക്കാണ് ഈ വാർഡ്രോബ് ഒന്ന് അടുക്കി പറക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ തുണി കൂടി വെക്കാനുള്ള സ്ഥലം കിട്ടും എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് അക്കോമഡേഷൻ. ഇപ്പൊ കിട്ടിയോ? നമ്മുടെ ബ്രെയിൻ ചിന്തിക്കൂ. ബ്രെയിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. അതില് പുതിയൊരു സാധനം നിങ്ങൾ കണ്ടപ്പോ ഓൾറെഡി ഉള്ളതിനകത്തോട്ട് അങ്ങ് അടിച്ചു കയറ്റി. അതായത് നിങ്ങൾ ഒരു ജീവിയെ കണ്ടപ്പോ ഇത് ആനയുടെ എന്തോ വകഭേദത്തിൽപ്പെട്ടതാണ് എന്നങ്ങ് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് അസിമുലേഷൻ. പക്ഷെ അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. എന്താണ്, ഇത് ആനയെ പോലെ കൊണ്ടെങ്കിലും ഇത് ആനയല്ല, വേറൊരു ജീവിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ദാറ്റ് ഈസ് അക്കോമഡേഷൻ. വ്യത്യാസം ക്ലിയർ ആയോ? എക്സാമിന് ഈ പറഞ്ഞ ആനയൊന്നും വർക്കാവില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് ചേഞ്ച് വരുത്തിയാൽ അക്കോമഡേഷൻ, ചേഞ്ച് വരുത്തിയില്ലെങ്കിൽ അസിമുലേഷൻ. വീട്ടിൽ ഒരു ഗസ്റ്റ് വരുന്ന ചിന്തിക്കൂ. ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ ഉള്ള സാധനങ്ങളൊക്കെ അടുക്കി പറക്കി ഗസ്റ്റിന് നമ്മുടെ റൂമിൽ കിടക്കാൻ ഒരു സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അസിമുലേഷൻ. ഇനി ഗസ്റ്റ് വരുന്നെന്ന് അറിഞ്ഞ് നമ്മളെ സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ ആ റൂം പുതിയൊരു റൂമാക്കി ഗസ്റ്റിന് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് അക്കോമഡേഷൻ. ക്ലിയർ ആയോ? അസിമുലേഷനും അക്കോമഡേഷനും. അക്കോമഡേഷൻ ഈസ് ചേഞ്ച്, ചേഞ്ച് ഇല്ലാത്ത സാധനം അസിമുലേഷൻ. ക്ലിയർ ആയോ? ഒരു പുതിയ സിറ്റുവേഷൻ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള കോൺസെപ്റ്റിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അക്കോമഡേഷൻ. ചേഞ്ച് വരുത്താതെ ഉള്ളതിലേക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് അസിമുലേഷൻ. ഞാൻ ഇത്ര എക്സാമ്പിൾ പറയുന്നത് കോൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിലും ഈ പറയുന്ന പോലെ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. A child hesitates to participate in class activity because he is afraid of being scolded or punished for making mistake. According to Maslow theory, which need is not being fulfilled? ഒരു കുട്ടി ക്ലാസ് റൂമില് എന്താണ് ക്ലാസ് ആക്ടിവിറ്റിയിൽ ഒന്നും പങ്കെടുക്കുന്നില്ല. കാര്യം പണിഷ് ചെയ്യപ്പെടുവോ വഴക്ക് പറയോ എന്നൊക്കെ ഉള്ള പേടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിൽ ഏതാണ് മാസ്ലോയുടെ തിയറി പ്രകാരം കുഞ്ഞ് എന്ത് ചെയ്യാത്തത്, ഫുൾഫിൽ ചെയ്യാത്തത്? സെൽഫ് ആക്ച്വലൈസേഷൻ ആണോ, ഫിസിയോളജിക്കൽ നീഡ്സ് ആണോ, ലവ് ആൻഡ് ബിലോങ്ങിങ്സ് ആണോ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആണോ? ഏതായിരിക്കും? ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ, ഏതായിരിക്കും? അതായത് കുട്ടി ഒരു ക്ലാസ് ആക്ടിവിറ്റിയിലും പങ്കെടുക്കുന്നില്ല. കാര്യം എന്താണ്, വഴക്ക് വെക്കോ എന്നുള്ള പേടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്കറിയാം മാസ്ലോയുടെ ഒരു ഹൈറാർക്കി ഓഫ് നീഡ് എന്ന് പറയുന്നത് ഒരു പിരമിഡാണ്. ആ പിരമിഡിനകത്ത് ഏറ്റവും താഴെയായിട്ട് നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ് ഉണ്ട്. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ട്, വാട്ടറിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള നമ്മുടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള നീഡ്സ്. ആൻഡ് അതിന്റെ താഴെയായിട്ട് ലവ് ആൻഡ് ബിലോങ്ങിങ് ഉണ്ട്. അതായത് അതിന്റെ തൊട്ട് മേളിലായിട്ട് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഉണ്ട്. ഇവിടെ സത്യത്തിൽ അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളതാണ്. അതായത് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു സേഫ്റ്റി ഇൻസെക്യൂർ ആയിട്ടുള്ള കുട്ടികളാണ് പലപ്പോഴും എന്ത് ചെയ്യാത്തത്, ഈ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കാത്തത്. കാരണം എന്താണ്, വഴക്ക് പറയോ, അയ്യോ ചീത്ത കേൾക്കോ എന്നൊക്കെയുള്ള പേടിയാണ് ആക്ച്വലി കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ഒന്നിനും പങ്കെടുക്കാത്തത്. അപ്പൊ ഇവിടെ ഏതാണ്, സേഫ്റ്റി സെക്യൂരിറ്റി എന്നുള്ളതാണ് ഉത്തരം. കുഞ്ഞുങ്ങൾ ഇൻസെക്യൂർ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവരിങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കാത്തത് എന്ന് ഓർക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? ഒരിക്കലും സെൽഫ് ആക്ച്വലൈസേഷൻ അല്ല. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് എത്താൻ പറ്റുന്ന ഏറ്റവും വലിയ നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഈ സന്യാസികളും യോഗികളും ഒക്കെയാണ് അവിടെ എത്തുന്നത്. ഇപ്പൊ ചില മനുഷ്യരും ഒക്കെ എത്തുന്നുണ്ട്. അതായത് എല്ലാം തൃപ്തിയായ ആൾക്കാര്, അതായത് ലവും ബിലോങ്ങിങ്ങും സെൽഫ് എസ്റ്റീമും എല്ലാം കിട്ടി
അറ്റ് ദ എന്താ പറയല്ലേ പീക്ക് നിൽക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന സെൽഫ് ആക്ച്വലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. A child starts thumb sucking after the birth of a younger sibling. This behavior is an example for compensation, repression, regression, projection. ഏതാണ്? തമ്പ് സക്കയാണ്. ഒരു യങ്ങർ സിബ്ലിംഗ് ജനിച്ച ശേഷം കുട്ടി തമ്പ് സക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ ഫ്രോയിഡിന്റെ ഡിഫൻസ് മെക്കാനിസത്തിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, റിഗ്രഷൻ ആണ്. ഓക്കെ, റിപ്രഷൻ അല്ല. റിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിൽ ഒതുക്കുന്ന പരിപാടിയാണ്. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, ചൈൽഡ്ഹുഡിലേക്ക് പോകുന്നതാണ്. നമ്മളങ്ങ് ചൈൽഡ്ഹുഡിലേക്ക് പോകും. ഒരു പെട്ടെന്ന് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സ്ട്രെസ് ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ടെൻഷൻ വരുന്ന സമയത്ത് നമ്മൾ മൂവ് ടു എന്താ ചൈൽഡ്ഹുഡിലേക്ക് പോകുന്നതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചില ആൾക്കാര് ടെൻഷൻ വരുമ്പോൾ നെയിൽ ബൈറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ആ ടെൻഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അവർ നെയിൽ ബൈറ്റ് ചെയ്യും. ദാറ്റ് ഈസ് എ റിഗ്രഷൻ. ഇപ്പൊ നിങ്ങള് ചില സിനിമകളിലൊക്കെ കാണിക്കാറുണ്ട്, സങ്കടം വരുന്ന സമയത്ത് ഓടിപ്പോയി കട്ടിലിൽ കമന്ന് കിടന്ന് കരയുന്ന ഒരു സ്വഭാവം. ഓടിപ്പോയിട്ട് കാലൊക്കെ പൊക്കിയിട്ട് കമന്ന് കിടന്ന് കരയുന്നതാണ് കുട്ടികളെ പോലെ. ദാറ്റ് ഈസ് റിഗ്രഷൻ. ചിലപ്പോൾ നമ്മളൊക്കെ ചെയ്യാറുണ്ട് അല്ലെ റിഗ്രഷൻ. വി റിട്ടേൺ ടു എന്താണ് ചൈൽഡ്ഹുഡ് എന്നുള്ളതാണ്. ക്ലിയർ ആയോ? റിപ്രഷനും റിഗ്രഷനും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയിട്ട് ഓർക്കണേ. റിപ്രഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡ് മീനിങ് തന്നെ ഓർത്താൽ മതി. റിപ്രസ് ചെയ്യുക, ഉള്ളിലേക്ക് വെക്കാം. അത് എന്താണ് റിഗ്രഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ ചൈൽഡ്ഹുഡിലേക്ക് പോകാം, തമ്പ് സക്ക് ചെയ്യുക. അതേപോലെ ഇപ്പൊ യങ്ങർ സിബ്ലിംഗ് വന്നപ്പോൾ കുട്ടിക്ക് സ്ട്രെസ് വന്നു, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ തം സക്കിംഗ് എന്ന് പറഞ്ഞൊരു ബിഹേവിയർ കുട്ടികൾ കാണിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A high school teacher allows students to discuss their incorrect answers in groups and find out where they went wrong. This practice reflects the belief that errors are valuable learning opportunity, should be immediately punished, must be avoided at all costs, indicate lack of discipline. അതായത് ഒരു ടീച്ചർ ക്ലാസ്സിൽ എന്തെങ്കിലും എന്താണ് ഇൻകറക്റ്റ് ആൻസേഴ്സ്, അതായത് കുട്ടികളെ ക്ലാസ്സിലുണ്ടായ ഇൻകറക്റ്റ് ആൻസേഴ്സ് എല്ലാവർക്കും ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അവർക്ക് മനസ്സിലാക്കാം എന്ത് തെറ്റാണ് അവർക്ക് സംഭവിച്ചത് എന്ന് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാനായിട്ട് ഒരു അവസരം കൊടുക്കുകയാണ്. അത് എന്താണ്? നമ്മളൊരു ഐഡിയൽ ടീച്ചർ ആവുക, ചിന്തിക്കുക എന്താണ്, ഒരു വാല്യുബിൾ ലേണിംഗ് ആണ് അല്ലെ. ഒരു വാല്യുബിൾ ആയിട്ടുള്ള ലേണിംഗ് ഓപ്പർച്യൂണിറ്റി നമ്മൾ അവിടെ കൊടുക്കുകയാണ് കുട്ടികൾക്ക്. അതായത് പഠിക്കാൻ ഒരു അവസരം കൊടുക്കുകയാണ്. നമ്മുടെ തെറ്റ് മനസ്സിലാക്കി പഠിക്കാനൊരു ഓപ്ഷൻ കൊടുക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. A child shows curiosity and asks questions while exploring new material. Wagner would describe the child as, ബ്രൂണർ ദാ വീണ്ടും വന്നല്ലോ, എന്തായിട്ടായിരിക്കും അദ്ദേഹം കാണുക? ഒരു കുട്ടി ഭയങ്കര ക്യൂരിയസ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, പുതിയ മെറ്റീരിയൽസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതായിരിക്കും? എ സോഷ്യലി ഡിപ്പെൻഡന്റ് ലേണർ ആയിട്ടായിരിക്കോ, പാസീവ് ഒബ്സർവർ ആയിട്ടായിരിക്കോ, കണ്ടീഷണൽ ലേണർ ആയിട്ടായിരിക്കോ, ആക്റ്റീവ് പ്രോബ്ലം സോൾവർ ആയിട്ടായിരിക്കോ ബ്രൂണർ അതിനെ കാണുന്നത്? നമ്മൾ പറഞ്ഞു ഓരോ സ്റ്റേജിലും ഓരോന്ന് കൊടുത്താൽ കുട്ടികൾ എന്ത് ചെയ്യും? കറക്റ്റ് ആയിട്ട് ഒന്നും കൂടെ ചിന്തിച്ചിട്ട് പറയാവോ? എന്തായിട്ടായിരിക്കും? ഒരു ആക്റ്റീവ് പാസീവ് എന്ന് പറഞ്ഞാലേ അത്ര ശ്രദ്ധയില്ലാത്തത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പാസീവായിട്ട് അങ്ങ് പോവാന്നുള്ള സാധനം. അതായത് ഒരു കുട്ടി ക്വസ്റ്റ്യൻ ചോദിക്കാനും അത് എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രൂണർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അവരൊരു ആക്റ്റീവ് പ്രോബ്ലം സോൾവർ ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ടീച്ചർ നോട്ടീസസ് ദാറ്റ് എ ചൈൽഡ് വിത്ത് LD ലേണിംഗ് ഡിസബിലിറ്റി perform well in art and oral activity but purely in reading and written tasks. This reflects the idea that learning disability are, അതായത് ലേണിംഗ് ഡിസബിലിറ്റി നമുക്കറിയാലോ, നമ്മളുടെ സ്കൂളുകളിലെല്ലാം സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. അവര് ചില ആക്ടിവിറ്റീസ് നന്നായിട്ട് ചെയ്യാറുണ്ട്. അത് എന്തായിട്ടാണ് കാണുന്നത്? എ മോട്ടിവേഷണൽ പ്രോബ്ലം, ബി ഡ്യൂ ടു ലേസിനെസ്, സി എ ഗ്ലോബൽ ഡിലേ, and D task specific limited difficulty. എന്തായിരിക്കും? അതായത് ഒരു കുട്ടി ആർട്ട് ഓറൽ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യും, പക്ഷെ അവർക്ക് ചില കാര്യങ്ങൾ അത്ര നന്നായിട്ട് ചെയ്യാനും പറ്റത്തില്ല. റീഡിങ്ങും റിട്ടണും ഒക്കെ പോലത്തെ കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്നില്ല. ഇപ്പൊ നമ്മള്
നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, മാജിക് പ്ലാനറ്റ് ഒക്കെ ഉണ്ടല്ലോ. മാജിക് പ്ലാനറ്റിലൊക്കെ അവിടെ കുട്ടികൾ യൂണിഫോം ഒക്കെ ഇട്ട് പോകുന്ന കാണാം. അവിടെ എന്താണ്, അവരുടെ കംഫർട്ട് സോൺ മനസ്സിലാക്കി അവർക്ക് പറ്റുന്ന എന്താണോ അതാണ് അവർക്ക് അവിടെ കൊടുക്കുന്നത്. അപ്പൊ അതെന്തായിരിക്കും? ടാസ്ക് സ്പെസിഫിക് ലിമിറ്റഡ് എബിലിറ്റി ആണ്. അതായത് പർട്ടിക്കുലർ ടാസ്കുകൾ അവർക്ക് ചെയ്യാൻ പറ്റും, ചിലത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു ലേണിംഗ് ഡിസബിലിറ്റിക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസ്ലെക്സിയ, വായിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർക്ക് വായനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഡിസ്ഗ്രാഫിയ, എഴുതാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർക്ക് ആ എഴുത്ത് റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഡിസ്കാൽക്കുലിയ, മാത്സ് ചെയ്യാനുള്ള അവരുടെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ആ ടാസ്ക് ഒഴിച്ച് അവർക്ക് ബാക്കി എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ ഡിസ്ലെക്സിയ ഉള്ള ഒരു കുട്ടിക്ക് വായന ബന്ധപ്പെട്ട ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവർക്ക് വേറെ ഏതെങ്കിലും ഇപ്പൊ എഴുതുന്നതോ വരയ്ക്കുന്നതോ ഒക്കെ ആണെങ്കിൽ അവർ അടിപൊളിയായിട്ട് ചെയ്യും. അതായത് ടാസ്ക് സ്പെസിഫിക്. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ പ്ലീസ്? ക്ലിയർ ആയെന്നാണോ ഇല്ലെന്നാണോ എന്താണ്? മനസ്സിലായില്ല. അതായത് ഒരു ലേണിംഗ് ഡിസബിലിറ്റി വന്നു കഴിഞ്ഞാൽ ആ ലേണിംഗ് ഡിസബിലിറ്റി ബാധിക്കുന്ന മേഖലകളിൽ മാത്രമേ ഒരു കുഞ്ഞിന് കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ വേറെ ഏത് രീതിയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, ആ കുട്ടിക്ക് വർക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പൊ ഡിസ്ലെക്സിയ വന്ന കുട്ടിക്കാണെങ്കിൽ വായന ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഡിസ്ഗ്രാഫിയ വന്ന ഒരാൾക്ക് എഴുതാനായിരിക്കും ബുദ്ധിമുട്ട്. അതായത് ടാസ്ക് സ്പെസിഫിക് ആണ് എന്ന് മനസ്സിലാക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ക്ലാസ് റൂം ആക്ടിവിറ്റി ബെസ്റ്റ് റെപ്രസെന്റ് ചൈൽഡ് സെന്റേർഡ് ആൻഡ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ? ഇതിൽ ഏതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കാണിക്കുന്നത്? എ സൈലന്റ് ഇൻഡിവിജ്വൽ മെമ്മറൈസേഷൻ, കുട്ടികൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണാതെ പഠിക്കുന്നതാണോ? ടീച്ചർ ഡിറ്റക്ടിങ് നോട്ട്സ്, ടീച്ചർ നോട്ടൊക്കെ ഇങ്ങനെ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നതാണോ? സ്റ്റുഡന്റ് കോപ്പിംഗ് ഫ്രം ബ്ലാക്ക് ബോർഡ്, ബോർഡിൽ എഴുതിയിടുന്നു അത് നോക്കിയെടുക്കുന്നു, അതാണോ? ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് പ്രോജക്ട് വർക്ക്, ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുകയും പ്രോജക്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നതാണോ? ചൈൽഡ് സെന്റേർഡ് ആയിട്ട് പ്രോഗ്രസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കാണിക്കുന്നത് ഇതിലേതാണ്? യെസ്, ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് പ്രോജക്ട് വർക്ക്. അതായത് എപ്പോഴും ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുകയും പ്രോജക്ട് വർക്കുകൾ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി അടിപൊളിയായിട്ട് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ സ്റ്റുഡന്റ് ഹു ഈസ് ഗുഡ് അറ്റ് ഡ്രോയിങ് മാപ്സ് ആൻഡ് വിഷ്വലൈസിങ് ഒബ്ജക്ട് ഷോസ്, അതായത് മാപ്പുകൾ വരയ്ക്കാൻ, ഒബ്ജക്റ്റുകളെ വിഷ്വലൈസ് ചെയ്യാനും ഒക്കെ ഒരു കുട്ടി ഭയങ്കര നല്ലതാണ്, അതായത് നന്നായിട്ട് പറ്റുന്നുണ്ട് എങ്കിൽ ആ കുട്ടിക്ക് എന്ത് എബിലിറ്റി ആണുള്ളത്? സ്പേഷ്യൽ ഇന്റലിജൻസ് ആണോ, ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ആണോ, ബോഡ്ലി കൈനത്തറ്റിക് ആണോ, മ്യൂസിക്കൽ ആണോ? ഇത് ഹവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലിംഗ്വിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഭാഷ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ബോഡ്ലി കൈനത്തറ്റിക്സ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കണ്ണെത്തുന്നിടത്ത് കയ്യെത്തണം, കയ്യെത്തുന്നിടത്ത് കണ്ണെത്തണം, അതേപോലത്തെ സാധനമാണ്. മ്യൂസിക്കൽ ഇന്റലിജൻസ് പാട്ടിലുള്ളതാണ്. അപ്പൊ ഏതായിരിക്കും? മാപ്പ് വരയ്ക്കുന്നത്, കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഏതായിരിക്കും? യെസ്, ദ ആൻസർ ഈസ് സ്പേഷ്യൽ ഇന്റലിജൻസ്. ദ ഹവാർഡ് ഗാർഡനറിന്റെ കോൺസെപ്റ്റിൽ നിന്നുള്ളതാണ്. ഒരു കുട്ടിക്ക് മാപ്പ് വരയ്ക്കാൻ പറ്റുന്നുണ്ട്, ഒബ്ജക്ട്സ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സ്പേഷ്യൽ ഇന്റലിജൻസ് ആണ്. എനിക്ക് ഒട്ടും സ്പേഷ്യൽ ഇന്റലിജൻസ് ഇല്ല. അതായത് ഞാൻ നടക്കുന്ന തന്നെ വീണ് എനിക്ക് എത്രത്തോളം ദൂരം നടന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തും, അങ്ങനെ ഒരു എബിലിറ്റിയേ ഇല്ല. അപ്പൊ സ്പേഷ്യൽ ഇന്റലിജൻസ് ഈസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ് സ്പേഷ്യൽ ഇന്റലിജൻസ്. അപ്പോൾ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ആകുമ്പോൾ ഭാഷ നന്നായി ഉപയോഗിക്കാനുള്ള കഴിവാണ്. ബോഡ്ലി കൈനത്തറ്റിക്സ് ആകുമ്പോൾ നമ്മുടെ ബോഡി വിചാരിക്കുന്ന പോലെ നിൽക്കുക എന്നുള്ളതാണ്. മ്യൂസിക്കൽ ആകുമ്പോൾ പാട്ട് പോലത്തെ സാധനങ്ങളുടെ നമ്മുടെ ഇന്റലിജൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ടീച്ചർ പെയർസ് എ ലെസ് ഏബിൾ ലേണർ വിത്ത് എ മോർ ഏബിൾ പിയർ ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പഠനബന്ധമായ ഒരു കാര്യത്തിന് ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന ഒരാളും അത്ര നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളും കൂടി ടീച്ചർ എന്ത് ചെയ്തു? പെയർ ചെയ്തു. ഇവിടെ ദ ടീച്ചർ ഹെൽപ് ടു സോൾവ് ദ പ്രോബ്ലം. ഗ്രാജുവലി ദ ചൈൽഡ് ബിക്കം ഇൻഡിപെൻഡന്റ് ഇൻ പ്രോബ്ലം സോൾവിങ്. പതിയെ പതിയെ കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങി? ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി. പണ്ടൊക്കെ നമ്മുടെ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ട്, നന്നായി പഠിക്കുന്ന ഒരാളെയും അത്ര പഠനത്തിൽ കുറച്ച് ബേക്കിലേക്ക് നിൽക്കുന്ന ഒരാളെയും തമ്മിൽ കൂട്ടി ഒന്നിച്ചാക്കി വെക്കും. അവർ ഒന്നിച്ച് പഠിക്കുകയും ഒന്നിച്ച് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പതുക്കെ 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 ആ പിറകിലുണ്ടായിരുന്ന കുട്ടിയും അവരെ പോലെ കയറി വരുന്ന കാണാൻ പറ്റും. ഇത് വൈഗോട്സ്കിയുടെ എന്ത് കോൺസെപ്റ്റിനെയാണ് പറയുന്നത്? ട്രയൽ ആൻഡ് എറർ ലേണിങ്ങിനെയാണോ, ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസിനെയാണോ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിനെയാണോ, കൊഗ്നിറ്റീവ് ഇംബാലൻസിനെയാണോ? പറയൂ, ഏതാണ് കാണിക്കുന്നത്?
എന്തിനെയാണ് ഇവിടെ കാണിക്കുന്നത്? യെസ്, സോർട്ട് ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. നമുക്കറിയാം വൈഗോട്സ്കിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കോൺസെപ്റ്റുകളിൽ ഒന്നാണ് ഒരു കുഞ്ഞ് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും ഉണ്ടാവും, അവർക്ക് ഒരാളുടെ സഹായത്തോടു കൂടി എത്താൻ പറ്റുന്ന കാര്യങ്ങളും ഉണ്ടാവും. ആ ഒരു ലെങ്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഒരു കുട്ടിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ ഒരു ലെങ്ത് ഉണ്ടാവും, ആൻഡ് ഓൾസോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അതർ. ആ ഒരു റേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അതായത് കുട്ടിക്ക് ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലും ഉണ്ടാവും, വിത്ത് ദ ഹെൽപ്പ് ഓഫ്, ഇതാണ് കുട്ടിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്കിന്റെ ലെവൽ എന്നിരിക്കട്ടെ, ഒരു സഹായവും കൂടി ഉണ്ടെങ്കിൽ ഇത്ര കൂടെ എത്താൻ പറ്റും. അപ്പൊ കുഞ്ഞ് ഒറ്റയ്ക്ക് ഇവിടം വരെ എത്തി, ആൻഡ് മോർ നോളജബിൾ അതർ, ഒരമ്മയോ അച്ഛനോ ആ ടീച്ചറോ സഹായിച്ചപ്പോൾ കുട്ടിക്ക് ഇവിടം വരെ എത്താൻ പറ്റി. ദെൻ ദാറ്റ്, ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ZPD എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ കുട്ടിക്ക് ABC വരെ എഴുതി, D എഴുതാൻ അറിയില്ല. അപ്പൊ അമ്മ വന്നിട്ട് പറയാണ്, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, C കഴിഞ്ഞൊന്ന് പറഞ്ഞു നോക്കൂ. ഒരു വര വരച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ കുട്ടി ഇങ്ങനെ അങ്ങ് കണക്ട് ചെയ്യും. അത് കുഞ്ഞിന് എത്താൻ പറ്റിയ ഒരു ലെവൽ ഉണ്ട്, ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അതർ കുഞ്ഞിന് എത്താൻ പറ്റിയ ഒരു ലെവൽ ഉണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ZPD എന്ന് പറയുന്നത്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെയും അതാണ്. അതായത് നന്നായി പഠിക്കുന്ന ഒരാളുണ്ട്, ആൻഡ് കുറച്ച് ബേക്കിലേക്ക് നിൽക്കുന്ന ഒരാളുണ്ട്. അയാളുടെ ഈ നന്നായി പഠിക്കുന്ന ആളുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നു? മറ്റേ ആളെ എന്ത് ചെയ്യുന്നു? അവരുടെ ഒപ്പം എത്തുന്നു. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. എ സ്റ്റുഡൻസ് ലേണിംഗ് സ്ലോസ് ഡൗൺ ഡ്യൂ ടു ഫ്രീക്വന്റ് ഇൽനെസ് ആൻഡ് ഫെറ്റിക്. വിച്ച് പേഴ്സണൽ ഫാക്ടർ അഫക്ട് ലേണിംഗ് ഹിയർ? ഒരു കുഞ്ഞിനെ വയ്യാത്തത് കാരണം എന്താണ് പഠനം ബേക്കിലേക്ക് പോവാണ്. ഇവിടെ എന്താണ് ബാധിക്കപ്പെട്ടിരിക്കുന്നത്? ഫിസിക്കൽ ഹെൽത്ത് ആണോ, ഇമോഷണൽ അഡ്ജസ്റ്റ്മെന്റ് ആണോ, ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് ആണോ, ലേണിംഗ് മെറ്റീരിയൽ ആണോ? വയ്യാഞ്ഞിട്ട് കുഞ്ഞിന് പഠിക്കാൻ വയ്യ. അപ്പൊ ഇവിടെ എന്താണ് അഫക്റ്റഡ് ആയിരിക്കുന്നത്? ഭയങ്കരമായിട്ട് ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ. എന്ത് പേഴ്സണൽ ഫാക്ടറാണ് ഇവിടെ ബാധിച്ചിരിക്കുന്നത്? യെസ്, ഫിസിക്കൽ ഹെൽത്ത് ആണ് ബാധിച്ചിരിക്കുന്നത് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ടീച്ചർ മെയിൻറ്റെയിൻസ് ബ്രീഫ് റിട്ടൺ റെക്കോർഡ് ഓഫ് സിഗ്നിഫിക്കന്റ് ഇൻസിഡന്റ് ഓഫ് എ ചൈൽഡ്സ് ബിഹേവിയർ. ദിസ് മെത്തേഡ് ഈസ് കാൾഡ്. അതായത് പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാം ടീച്ചർമാർ ചെയ്തിരുന്ന ഒരു പരിപാടിയാണ്. നമുക്ക് വേണ്ടി ഒരു പേജ് കാണും, ആ പേജിൽ നമ്മളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ നോട്ട് ചെയ്ത് വെക്കും. അത് എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് സ്കൂളിൽ ടീച്ചർ ഓരോ കുട്ടികൾക്ക് ഓരോ പേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. യെസ്, ദ ആൻസർ ഈസ് അനക്ഡോട്ടൽ റെക്കോർഡ്. അതായത് കുട്ടികളെ പറ്റിയിട്ട് വളരെ ബ്രീഫായിട്ട് അവർ ക്ലാസ്സിൽ ചെയ്ത കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കും. ഇപ്പൊ ബെഞ്ചൊക്കെ തല്ലി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ബെഞ്ചൊക്കെ ഓടിച്ചിട്ടുണ്ട് എന്ന് എഴുതും. ഇപ്പൊ എന്നും അസുഖം വരുന്ന കുട്ടിയാണെങ്കിൽ എപ്പോഴും അസുഖം വരുന്ന ടീച്ചർ നോട്ട് ചെയ്യും. അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നതാണ് അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, നേരത്തെ പറഞ്ഞു ഞാൻ റിപ്പിറ്റേഷൻ വരുന്നുണ്ടെന്ന്. ചോംസ്കി പ്രപ്പോസ്ഡ് ദാറ്റ് ചിൽഡ്രൻ അക്വയർ ലാംഗ്വേജ് മെയിൻലി ബിക്കോസ് ദേ ആർ ബോൺ വിത്ത് സ്ട്രോങ് മെമ്മറി, ZPD, LAD, സോഷ്യൽ ഇന്ററാക്ഷൻ സ്കിൽ. ഉത്തരം പറയൂ, ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. യെസ്, LAD, ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ്, നമ്മൾ കറക്റ്റ് ആയിട്ട് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ടീച്ചർ കണക്ട്സ് ക്ലാസ് റൂം ലെസൺസ് വിത്ത് റിയൽ ലൈഫ് സിറ്റുവേഷൻ and experience. This reflect principle of rote memorization, conditioning, formal discipline, progressive education. ഒരു ഐഡിയൽ ടീച്ചറായിട്ട് ചിന്തിക്കൂ. ടീച്ചർ റിയൽ ലൈഫ് സംഭവങ്ങളൊക്കെ വെച്ച് കുട്ടികൾക്ക് എന്ത് ചെയ്യാണ്? കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എങ്കിൽ ഇത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്ത് എഡ്യൂക്കേഷൻ ആയിരിക്കും? മെമ്മറൈസേഷൻ ആണോ? പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ അല്ലേ ഇവിടെ സംഭവിക്കുന്നത്? ടീച്ചറിന്റെ ലൈഫിലെ എക്സ്പീരിയൻസുകളൊക്കെ വെച്ച് ടീച്ചർ കാര്യങ്ങൾ പറയാണ്. നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പ്രോഗ്രസീവായ എഡ്യൂക്കേഷൻ ആണ് അല്ലെ? ഇപ്പൊ ഞാനും എന്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങളോട് പറയുന്നുണ്ട്, എന്റെ ലൈഫിലെ സംഭവങ്ങൾ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദാറ്റ് ഈസ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ. റിയൽ ലൈഫ് സിറ്റുവേഷൻസ് വെച്ച് നമ്മൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ക്ലാസ് റൂം പ്രാക്ടീസ് ബെസ്റ്റ് റിഫ്ലക്ട് ഒപ്പാരന്റ് കണ്ടീഷനിങ്? നേരത്തെ പറഞ്ഞു ഒപ്പാരന്റ് കണ്ടീഷനിങ് ഇതിൽ ഏതാണ് കാണിക്കുന്നത്? എ ബിഹേവിയർ ഈസ് ക്ലാസ് ഷേപ്ഡ് ബൈ റിവാർഡ് ആൻഡ് കോൺസിക്വൻസ്, ഡെവലപ്പിംഗ് ഫിയർ ഡ്യൂ ടു സ്കോൾഡിംഗ്, ലേണിംഗ് ത്രൂ ഒബ്സർവേഷൻ, ഫീലിംഗ് ഹാപ്പി ഓൺ ഹിയറിംഗ് സ്കൂൾ ബെൽ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എന്താണ് റീഎൻഫോഴ്സ്മെന്റ് പണിഷ്മെന്റും ഒക്കെ ഒപ്പാരന്റ് കണ്ടീഷനിങ്, ഇൻസ്ട്രുമെന്റ് കണ്ടീഷനിങ് കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു. ആൻസർ എന്തായിരിക്കും? ഇനി പറഞ്ഞു നോക്കൂ. ഞാൻ പറഞ്ഞു, BF സ്കിന്നറിന്റെ കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു ഒപ്പാരന്റ് കണ്ടീഷനിങ്.
ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഒപ്പാരന്റ് കണ്ടീഷനിങ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ BF സ്കിന്നറിന്റെ റിവാർഡ് പണിഷ്മെന്റ് സാധനങ്ങളൊക്കെ. ഒപ്പാരന്റ് കണ്ടീഷനിങ് കൊണ്ടുവന്നത് BF സ്കിന്നർ ആണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്ത് പണിഷ്മെന്റ് റീഎൻഫോഴ്സ്മെന്റ് സാധനങ്ങളൊക്കെ അതാണ്. പണിഷ്മെന്റ് റീഎൻഫോഴ്സ്മെന്റ് സാധനങ്ങളൊക്കെ എന്താണ് ഈ പറയുന്ന റിവാർഡ് പണിഷ്മെന്റ് കോൺസിക്വൻസിലൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒപ്പാരന്റ് കണ്ടീഷനിൽ നിൽക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A child talks to herself while walking in the class. According to Vygotsky, this is an example of. ഒരു കുട്ടി ക്ലാസ്സിൽ ഇരുന്ന സമയത്ത് തന്നോട് തന്നെ സംസാരിക്കുകയാണ്. ഇതിൽ ഏതാണത്? ഈഗോസെൻട്രിക് സ്പീച്ച്, പ്രൈവറ്റ് സ്പീച്ച്, ZPD, ഇന്നർ സ്പീച്ച്. ഏതായിരിക്കും? ഒരു കുട്ടി തന്നോട് തന്നെ സംസാരിക്കുകയാണ്. ഏതായിരിക്കും? ഗസ് ചെയ്ത് നോക്കൂ. ഈഗോസെൻട്രിക് സ്പീച്ച് ആണോ, പ്രൈവറ്റ് സ്പീച്ച് ആണോ? ആൻസർ പ്രൈവറ്റ് സ്പീച്ച് ആണ് കേട്ടോ. ഓർത്തിരിക്കുക, വൈഗോട്സ്കിയുടെ കോൺസെപ്റ്റ് ആണ്. ഒരു കുട്ടി കുട്ടിയോട് തന്നെ സംസാരിക്കുന്നത് പ്രൈവറ്റ് സ്പീച്ച് ആണ്. അല്ല, അദ്ദേഹം പറഞ്ഞ ടേം ആണ് പ്രൈവറ്റ് സ്പീച്ച്. ഒരു കുട്ടി കുട്ടിയോട് തന്നെ സംസാരിക്കുന്നതാണെന്ന് പറയുന്നത് പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. വിച്ച് അമംഗ് ദി സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് റിഫ്ലക്ട് ദ കറക്റ്റ് കോൺസെപ്റ്റ് ഓഫ് ഡിസബിലിറ്റി? ഇതിൽ ഏതാണ് ഡിസബിലിറ്റിയെ കാണിക്കുന്നത്? ദ ചൈൽഡ് കനോട്ട് ലേൺ അറ്റ് ഓൾ. കുട്ടിക്ക് പഠിക്കാൻ പറ്റത്തില്ല. ദ ചൈൽഡ് ഈസ് കെയർലെസ് ആൻഡ് ലേസി. കുട്ടിക്ക് ഉത്തരവാദിത്വം ഇല്ല, മടിയനുമാണ്. The child learns differently and need appropriate support. The child should repeat the class. ഏതായിരിക്കും ഡിസബിലിറ്റിയെ പറ്റി പറയുന്നത്? ഒരാൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ലേണിംഗ് ഡിസബിലിറ്റി ഒരു കുട്ടിയാണെങ്കിലും അവർ പഠിക്കുന്ന രീതിയിലാണ് വ്യത്യാസം, അവർക്ക് വേണ്ട സപ്പോർട്ടിലാണ് വ്യത്യാസം. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. ഓരോ കുഞ്ഞുങ്ങളും ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് പല രീതിയിലാണ്, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കേണ്ടത് പല രീതിയിലാണ്. അപ്പോൾ ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോ കാര്യങ്ങളും പഠിക്കുന്നതും അത് മനസ്സിലാക്കുന്നതും ഒക്കെ പല പല രീതിയിലായിരിക്കുമെന്ന് ഓർക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. A student with natural musical ability improve further due to encouragement and training at school. This situation illustrates that development is influenced by. ഒരു കുട്ടി മ്യൂസിക്കിൽ പൊതുവെ കഴിവുണ്ട്, കുട്ടിക്ക് എൻകറേജ്മെന്റും പ്രത്യേകിച്ച് ട്രെയിനിങ്ങും ഒക്കെ കൊടുത്തപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് അത് എക്സിബിറ്റ് ചെയ്യാൻ തുടങ്ങി. അത് എന്താണ് കാണിക്കുന്നത്? കുട്ടിയിലെ ഹെറിഡിറ്റി ആണോ, എൻവയോൺമെന്റ് ആണോ, ഏജ് ആണോ, അത് ഹെറിഡിറ്റിയും എൻവയോൺമെന്റും കൂടിയാണോ? അപ്പൊ നമ്മൾക്ക് എന്തൊരു കഴിവുണ്ടെങ്കിലും നമ്മുടെ ജീനിലുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാനുള്ള അവസരം നമുക്ക് കിട്ടണം. അത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാണ്. ഇപ്പൊ ഞാൻ നന്നായിട്ട് പാടുന്ന ഒരാളാണെങ്കിൽ എന്റെ വീട്ടിൽ എന്ത് ചെയ്യാണ്, എന്നെ പാടാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ എന്റെ എൻവയോൺമെന്റ് എന്നെ പാടാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ആ കഴിവ് നഷ്ടപ്പെട്ടു പോകും അല്ലേ? അപ്പോ നമ്മളുടെ എൻവയോൺമെന്റും നമ്മുടെ ഹെറിഡിറ്റിയും രണ്ടും ഒന്നിച്ച് വർക്ക് ആകുമ്പോഴാണ് ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഓക്കെ ആയിരുന്നു? ഞാൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ആയിരുന്നു? ഞാൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യണോ? ക്ലിയർ അല്ലേ? ലേണിംഗ് തിയറീസ് ഒരിക്കലും പഠിക്കാതെ പോവരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സംഭവമാണ് ലേണിംഗ് തിയറീസ് എന്ന് പറയുന്നത്. എന്ത് പഠിച്ചില്ലെങ്കിലും ലേണിംഗ് തിയറീസ് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ്.